ഹലോ ഹായ് നമസ്കാരം. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യനും ഇവിടെ ജന്മസിദ്ധമായിട്ട് നമുക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യങ്ങളുണ്ട്. അതിലിപ്പോൾ ഇഷ്ടമുള്ള ഒരാളോട് ഇഷ്ടം പ്രകടിപ്പിക്കുക, തിരിച്ചും ഇഷ്ടമാണെങ്കിൽ ഒരുമിച്ച് ജീവിക്കുക, അങ്ങനെ ജീവിക്കുമ്പോൾ കുഞ്ഞുങ്ങളുണ്ടാവുകയാണെങ്കിൽ അവരെ നന്നായി നോക്കി വളർത്തുക, അങ്ങനെ മുന്നോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരു ബന്ധം ആരംഭിച്ച് അത് ശരിയാവുന്നില്ല, അത് കൃത്യമായി വർക്കാവുന്നില്ല എന്ന് തോന്നുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോരാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട്. എന്ന് വെച്ചാൽ സർവ്വ അവകാശങ്ങളും ഉണ്ട്. പക്ഷേ ആ അവകാശം വിനിയോഗിക്കുമ്പോൾ മാത്രം വേട്ടയാടപ്പെടേണ്ടി വരുന്ന കുറച്ച് മനുഷ്യരുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണിത്. പ്രണയമാണെങ്കിലും വിവാഹമാണെങ്കിലും ഡിവോഴ്സ് ആണെങ്കിലും ഇറ്റ്സ് എ പ്രൈവറ്റ് തിങ്. ഇറ്റ്സ് കംപ്ലീറ്റ്ലി പ്രൈവറ്റ്. അതവർ നിങ്ങളോട് പറയുകയാണെങ്കിൽ മാത്രം അത് നിങ്ങൾക്ക് കേൾക്കാം, മനസ്സിലാക്കാം. അതിനപ്പുറത്തേക്ക് അതിനകത്ത് കയറി അവരെ ജഡ്ജ് ചെയ്യാനും അവരുടെ മനസ്സമാധാനം ഇല്ലാതാക്കാനും അതിനെക്കുറിച്ച് ശരിയെന്ന് യാതൊരു ഉറപ്പുമില്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കാനും ഒന്നും നമുക്ക് സ്വാതന്ത്ര്യമില്ല. സോ നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് സ്വാതന്ത്ര്യത്തെക്കുറിച്ചും പ്രൈവസിയെക്കുറിച്ചുമാണ്. രവി മോഹൻ നമുക്കെല്ലാവർക്കും സുപരിചിതനായ അഭിനേതാവാണ്. അദ്ദേഹം വിവാഹം കഴിച്ചു. അതിനുശേഷം അവർ ഒരുമിച്ച് ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വിവാഹബന്ധം മുന്നോട്ട് പോയി 14 വർഷത്തിന് ശേഷം അദ്ദേഹം ഡിവോഴ്സ് ഫയൽ ചെയ്യുകയാണ്. ആ ഡിവോഴ്സും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളും പിന്നെ സെലിബ്രിറ്റീസ് ആകുമ്പോൾ ഒരുപാട് ഉണ്ടാക്കിവിട്ട കഥകളുണ്ടാവുമല്ലോ, അതിന് എരിവ് ഏറ്റുന്ന രീതിയിലുള്ള പല സംഭവങ്ങളും അതിനോട് ചേർന്ന് സംഭവിച്ചു. എന്തായാലും കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തി. അവിടെ വളരെ വികാരധീനനായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹം എടുത്തു പറഞ്ഞ ചില പോയിന്റ്സ് ഉണ്ട്. സൈബർ ബുള്ളിയിങ് അടക്കം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മാനസിക ആരോഗ്യത്തെക്കുറിച്ചടക്കം ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. അതിനെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. ചില പെർട്ടിക്കുലർ ഇൻസിഡൻസ് ഉണ്ടാകുന്ന സമയത്ത് ഞാനിങ്ങനെ ചിന്തിക്കും, നമ്മുടെ സമൂഹം ഒരുപാട് മുന്നോട്ടേക്ക് വന്നു, നമ്മളൊക്കെ ഒരുപാട് വിശാല മനസ്കരായി മാറിക്കഴിഞ്ഞിരുന്നു. പണ്ട് കാലത്തെ അനീതികൾക്കൊക്കെ എതിരെ പ്രതികരിച്ച് അവകാശങ്ങളൊക്കെ നേടിയെടുത്ത് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നു എന്ന് പറയുമ്പോഴും ശരിക്കും നമ്മൾ എവിടെ എത്തി നിൽക്കുന്നതെന്ന് ചില സമയങ്ങളിൽ ഭയങ്കരമായിട്ട് സംശയം തോന്നും. കാരണം പണ്ട് നമ്മൾ പറയും ആൾക്കൂട്ട വിചാരണ നടത്തി അതിലൂടെ ഒരാൾക്ക് നീതി നടപ്പിലാക്കി കൊടുക്കുക, വേറൊരാളുടെ എല്ലാവിധമായ സ്വാതന്ത്ര്യങ്ങളെയും ഹനിക്കപ്പെടുന്ന രീതിയിൽ അയാളുടെ ജീവിതത്തിനെ ഇല്ലാതാക്കി കളയുക. ആ ഒരു രീതിയിൽ നിന്നൊക്കെ നമ്മൾ എത്രമാത്രം മുന്നോട്ട് വന്നു എന്നാണ് പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. പണ്ട് നാട്ടുകൂട്ടം ചേർന്നിട്ടായിരുന്നുവെങ്കിൽ ഇന്നത് സോഷ്യൽ മീഡിയയിൽ ഒരു കൂട്ടം ചേർന്നിട്ടാണ് എന്നുള്ള വ്യത്യാസം മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കതിൽ യാതൊരു തരത്തിലുള്ളൊരു പുരോഗമനവും കാണാൻ പറ്റുന്നില്ല. അന്നൊരു നാട്ടിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരാളെ ആക്രമിക്കുന്നതിൽ ആ നാട്ടിലുണ്ടായിരുന്ന ആൾക്കാർ മാത്രമേ ഉള്ളായിരുന്നുവെങ്കിൽ ഇന്ന് നാടെന്നില്ല, ഭാഷയില്ല. അതായത് ലോകത്തുനിന്ന് എവിടെ ഇരുന്ന് വേണമെങ്കിലും നമുക്കൊരാളെ ആക്രമിക്കാനുള്ളൊരു സ്പേസ്, സത്യത്തിൽ ആക്രമിക്കാനുള്ള സ്പേസ് വളരുകയാണ് ചെയ്തത്. വെർച്വൽ അസാസിനേഷനാണ് നടക്കുന്നത്. കൊന്നില്ലാതാക്കുകയാണ് ഒരു മനുഷ്യൻ്റെ ഇമേജിനെ. രവി മോഹൻ്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ ഇതിൽ ആക്രമിക്കുന്ന ആൾക്കാർ മുന്നോട്ടേക്ക് വെക്കുന്നത് എന്തിനാണ് നിങ്ങളൊരാളെ സൈബർ ബുള്ളിങ് ചെയ്യുന്നത്, എന്തിനാണ് നിങ്ങളൊരാളെ ഇത്ര മോശമായിട്ട് ട്രീറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അവരുടെ വാദം എന്ന് പറയുന്നത് ഇവരുടെ ലൈഫൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണിച്ചിട്ടല്ലേ എന്നാണ് ഒരു കൂട്ടർ പറയുന്നത്. മറ്റൊരു കൂട്ടർ പറയുന്നത് അവർ സെലിബ്രിറ്റീസ് അല്ലേ. അപ്പോൾ ഈ സെലിബ്രിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പബ്ലിക് പ്രോപ്പർട്ടിയാണ്. നമുക്ക് എന്തും ചെയ്യാം, എങ്ങനെയും അവരെ ട്രീറ്റ് ചെയ്യാം, അവരുടെ ലൈഫിൽ എങ്ങനെയും കയറി നമുക്ക് അഭിപ്രായം പറയാം എന്ന് പറയുന്നൊരു ആറ്റിറ്റ്യൂഡാണ് ഒരു കൂട്ടം ആൾക്കാർക്ക്. വേറൊരു കൂട്ടം പറയുന്നത് അവർ കല്യാണം കഴിച്ചപ്പോൾ ജനങ്ങളോട് പറഞ്ഞു, അവരതിനുശേഷമുള്ള ഇൻ്റർവ്യൂവിൽ ജനങ്ങളോട് സംബന്ധിച്ചു, അതിനുശേഷം ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ട് അവരുടെ ആനിവേഴ്സറി, കുട്ടികളുടെ ബർത്ത്ഡേസ്, അവർ പോകുന്ന യാത്രകൾ, ഇതൊക്കെ ജനങ്ങളെ കാണിച്ചല്ലോ, അപ്പോഴൊക്കെ ജനങ്ങളെ വേണമായിരുന്നു. ഇപ്പോൾ ഡിവോഴ്സ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഇടപെടും. അന്നൊക്കെ ഞങ്ങളുടെ കമൻസിനും ലൈക്സിനും ഒക്കെ വാല്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്നും അതിന് വാല്യൂ ഉണ്ടാവണം എന്നാണ് പറയുന്നത്. നമ്മൾ എത്രമാത്രമാണോ ജനങ്ങളുടെ മുന്നിലേക്ക് കാണിക്കാൻ ശ്രമിക്കുന്നത് അത്രമാത്രമേ ഞങ്ങൾ കാണിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അവിടെ മാത്രമേ ചില മനുഷ്യർ അവരുടെ സന്തോഷം മാത്രമേ സോഷ്യൽ മീഡിയയിൽ കാണിക്കാൻ ശ്രമിക്കുകയുള്ളൂ. ഇനി സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ പോലും നിങ്ങളുടെ ഒരു ഫ്രണ്ട് സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിലെ സന്തോഷകരമായ നിമിഷങ്ങൾ മാത്രമേ അവർ നിങ്ങളോട് പങ്കുവെക്കുന്നുള്ളായിരിക്കാം. അതവരുടെ ചോയ്സാണ്. അവരെ സന്തോഷകരമായ നിമിഷങ്ങൾ നമ്മളോട് പങ്കുവെക്കുന്നു എന്നതിൻ്റെ അർത്ഥം അവരുടെ ലൈഫിൽ എല്ലായിടത്തും കയറി നമുക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നല്ല. ഞങ്ങൾ ഈ വിഷയം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ശ്രുതി പറഞ്ഞൊരു ഉദാഹരണം ഉണ്ടായിരുന്നു. എനിക്ക് ഗംഭീര ഉദാഹരണമായിട്ട് തോന്നിയതാണ്. അതായത് നമ്മുടെ വീടിൻ്റെ അടുത്തൊരു മാവുണ്ട്. ആ മാവിൽ കുറേ മാങ്ങകൾ ഉണ്ടായ സമയത്ത് ആ മാവ് നിൽക്കുന്ന പറമ്പിൻ്റെ ഉടമസ്ഥൻ നമുക്ക് 2 മാങ്ങ തന്നു. എല്ലാം മധുരമുള്ള മാങ്ങയാണ്, നമുക്ക് അദ്ദേഹം തന്നു, സന്തോഷമായി. പക്ഷേ ആ ഉടമസ്ഥൻ ആ 2 മാങ്ങയെ നമുക്ക് തരാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പക്ഷേ ഈ മാങ്ങ കഴിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, നമ്മൾ പറയാണ് നാളെ മുതൽ ആ മാവിൻ്റെ വലത്തെ ഭാഗത്തുള്ള കൊമ്പ് വെട്ടിക്കളയണം. പിന്നെ ഈ മാവിനെ ഇങ്ങനെ വളർത്തിയത് ശരിയായില്ല, ഈ മാവിലെ മാങ്ങ മുഴുവൻ നമ്മൾ മാർക്കറ്റിൽ കൊണ്ടുപോയി ആണ് കച്ചവടം ചെയ്യേണ്ടത്, അടുത്തുള്ളവർക്കൊന്നും കൊടുക്കരുത് എന്ന് നമ്മൾ അങ്ങോട്ട് ഡിസിഷൻ പറയാൻ തുടങ്ങിയാൽ നമ്മൾ ആ ഉടമസ്ഥൻ മാവിനെ പരിപാലിച്ചതിനെക്കുറിച്ച് ജഡ്ജ് ചെയ്ത് അയാളെ മോശക്കാരനാക്കി ചിത്രീകരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ന്യായമാണോ?
ഒരിക്കലും ന്യായമല്ല. അയാൾ നിങ്ങൾക്ക് 2 മാങ്ങയെ തന്നിട്ടുള്ളൂ, അത് അയാൾ നിങ്ങൾക്ക് തന്നതാണ്. അതിൻ്റെ അർത്ഥം ആ മാവിൻ്റെ റൈറ്റോ ആ പ്രോപ്പർട്ടിയുടെ റൈറ്റോ നിങ്ങൾക്ക് എഴുതി തന്നു എന്നല്ല. രവി മോഹനും അയാളുടെ ഫാമിലിയും, ഇനി ഇതൊക്കെ പോട്ടെ, മലയാളത്തിൽ ഇപ്പോൾ നമ്മൾ ഈ അടുത്ത് ഈ വിവാഹം പ്ലസ് ഡിവോഴ്സ് കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്ത് വരുമ്പോൾ ദിലീപ്, മഞ്ജു വാര്യർ, കാവ്യ മാധവനുണ്ട്. തമിഴിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നത് വിജയ് തൃഷ റിലേഷൻഷിപ്പാണ്. പിന്നെ നാഗചൈതന്യ, സമന്ത, ശോഭിത, ഇവിടെയൊക്കെയും ആൾക്കാർ കയറി അങ്ങ് മെയ്യാണ്. അവരുടെ ജീവിതത്തിൽ നടന്ന ഇവൻ്റ് നിങ്ങളെ അറിയിച്ചു, അത്രയേ ഉള്ളൂ. ഞങ്ങൾ ഡിവോഴ്സ് ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഡിവോഴ്സ് ചെയ്യാൻ പോകണം, അതിൻ്റെ പ്രോസസ്സ് തുടങ്ങി. അത് കോടതിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്, ഞങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. ബസ് നിങ്ങളെന്തിനാണ് അതിൽ അഭിപ്രായം പറയാൻ പോകുന്നത്? ഡിവോഴ്സ് ചെയ്യണോ വേണ്ടയോ എന്ന് വരെ തീരുമാനം എടുക്കാൻ കയറുകയാണ്. ഇത് മറ്റേ 2 മാങ്ങ കിട്ടിയവൻ മാവിൻ്റെ റൈറ്റ്സ് ചോദിക്കുന്ന പോലത്തെ ഒരു പരിപാടിയാണ്. അല്ലാതെ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ ഒരു വീട്ടിലേക്ക് അവരുടെ സന്തോഷകരമായ സിറ്റുവേഷൻസിലായിരിക്കില്ലേ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടാവുക. ഒരു ഫാമിലി ഫംഗ്ഷൻ വരുന്നു, ഒരു ബർത്ത്ഡേ അല്ലെങ്കിൽ ഒരു ആനിവേഴ്സറി അല്ലെങ്കിൽ വീടിൻ്റെ ഒരു പാലുകാച്ച് അല്ലെങ്കിൽ കല്യാണം, ഇതൊക്കെ വരുന്ന സമയത്ത് അവർ ഏറ്റവും സന്തോഷകരമായി ഇരിക്കുമെന്ന് അവർക്ക് തോന്നുന്ന ഒരു സമയത്ത് അവർ നമ്മളെ ഇൻവൈറ്റ് ചെയ്യാണ്. നാളെ ഉച്ചതിരിഞ്ഞ് ഒരു 2:30 ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ വഴക്കുണ്ടാക്കാൻ പോവാണ്, നിങ്ങളെ എല്ലാവരെയും ആ വഴക്കിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു എന്നും പറഞ്ഞ് ആരും നമ്മൾ ഇൻവൈറ്റ് ചെയ്യില്ല. നിങ്ങൾ തീരുമാനം എടുക്കുക ആരുടെ ഭാഗത്താണ് ശരി തെറ്റ്, അതെ എന്നൊന്നും പറഞ്ഞ് നമ്മളെ ആരും വിളിക്കില്ല. നമ്മളിൽ കൂടുതൽ ആൾക്കാരും നമ്മുടെ ജീവിതത്തിലെ സന്തോഷ നിമിഷങ്ങൾ മാത്രമാണ് പ്രൊജക്റ്റ് ചെയ്ത ആൾക്കാരിലേക്ക് എത്തിക്കുന്നുണ്ടാവുക. സോഷ്യൽ മീഡിയയുടെ ഒരു സൈഡിൽ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും വഴക്ക് മാത്രം പ്രൊജക്റ്റ് ചെയ്ത് അതിലൂടെ വരുമാനം ഉണ്ടാക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവിടെയും കാണാനിരിക്കുന്നത് നമ്മൾ തന്നെയാണെന്ന് നമ്മൾ ആലോചിക്കണം. പക്ഷെ ആ ഒരു സൈഡ് അവിടെ ഉണ്ട്. അതിനിവിടെ ഒരു മാർക്കറ്റ് ഉണ്ട് എന്ന് അറിഞ്ഞ് അത് മാത്രം സോഷ്യൽ മീഡിയയിൽ ഇട്ട് ഏൺ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരും നമ്മുടെ ചുറ്റുമുണ്ട്. അത് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ കൂടുതൽ ആൾക്കാരും അവരുടെ ലൈഫിലെ സന്തോഷകരമായ മൊമെൻറ്റ്സ് മാത്രമായിരിക്കും നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുക. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെ അവരുദ്ദേശിക്കുന്നത് ഞങ്ങൾ അറിയിക്കാൻ ഉദ്ദേശിച്ച കാര്യം നിങ്ങൾ അറിഞ്ഞല്ലോ. ഇനി നിങ്ങൾക്ക് ആശംസയായിട്ടോ അല്ലെങ്കിൽ സങ്കടം അറിയിക്കാനോ ഒക്കെ ആണെങ്കിൽ അങ്ങനെ, അല്ലാതെ നിങ്ങൾ ജഡ്ജ് ചെയ്യണ്ട. ഇപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഞാനൊരു ഫോട്ടോ ഇടുന്നത് കൺഗ്രാറ്റ്സ് ബ്രോ എന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ കല്യാണം കഴിച്ച പെണ്ണിങ്ങനെ ആയിപ്പോയി, ചെക്കൻ ഇങ്ങനെ ആയിപ്പോയി, നിനക്ക് ഈ ഡ്രസ്സ് ഇടാമായിരുന്നു, അങ്ങനെ പോകായിരുന്നു, ഈ പറയുന്ന അഭിപ്രായങ്ങളൊന്നും വേണ്ട. എൻ്റെ ജീവിതത്തിൽ ഒരു ഹാപ്പി മൊമെൻ്റ് ഉണ്ടായി. അതുപോലെ എൻ്റെ ഡിവോഴ്സ് വാർത്ത ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് മോർ പവർ ടു യു ബ്രോ, അല്ലെങ്കിൽ ഈ സിറ്റുവേഷൻ കടന്നു പോകാൻ നിങ്ങൾക്ക് മനക്കരുത്തുണ്ടാവട്ടെ, എല്ലാം നന്നായി വരും, ലൈഫ് ഇനിയും ബാക്കിയുണ്ട് എന്ന് പറയുന്ന ആശംസയാണ് അപ്പോഴും നമ്മൾ കേൾക്കുന്നത്. അല്ലെങ്കിൽ അപ്പോഴും നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ നിങ്ങൾ അവിടെ വന്ന് ജഡ്ജ് ചെയ്യണ്ട. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന ജെനുവിനായിട്ട് ഈ കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടി പോസ്റ്റ് ചെയ്യുന്ന ആർക്കും നിങ്ങളുടെ ജഡ്ജ്മെൻറ്റ് വേണ്ട. പക്ഷെ ചില ആൾക്കാർ അവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന എല്ലാ നെഗറ്റീവ് ഇമോഷൻസിനെ ഇവോക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും, അല്ലെങ്കിൽ എന്താ പറയുക, അവർക്ക് ദേഷ്യം തോന്നുന്ന കാര്യങ്ങൾ, അമർഷം തോന്നുന്ന കാര്യങ്ങൾ, അതായത് നെഗറ്റീവായിട്ട് ആളുകളെ എന്താ പറയുക അഫക്റ്റ് ചെയ്യിക്കാൻ പറ്റുന്ന, മാനിപ്പുലേറ്റ് ചെയ്യിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ കോൺസ്റ്റൻ്റായി പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് ഉണ്ടായി പ്രണയത്തിൽ, നിരന്തരം പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുക. ഡിവോഴ്സ് നടക്കാൻ പോവുക, നിരന്തരം പോസ്റ്റ് ഇടുകയാണ് പാർട്ട്ണറെ കുറിച്ച്, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ഇരയായിരുന്നു എന്ന് പറയുന്നൊരു കാര്യം, ഞാൻ ഇനി എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യം, അയാൾ എത്ര മോശക്കാരനായിരുന്നു എന്നുള്ള കാര്യം, ഇത് കണ്ടിന്യൂസ്ലി പോസ്റ്റ് ഇട്ട് അതിൽ ആനന്ദം കണ്ടെത്തുന്ന ആളുകളുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, ഒരു ബന്ധം അവസാനിക്കുന്ന സമയത്ത് അത് ഏത് തരം റിലേഷൻഷിപ്പും ആയിക്കോട്ടെ, എസ്പെഷ്യലി ഒരു ലവ് റിലേഷൻഷിപ്പ്, ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഒരു ഡിവോഴ്സ് എന്നൊക്കെ പറയുന്ന സ്റ്റേറ്റിലേക്ക് എത്തുന്നത് എല്ലാവരും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലൊന്നും ആയിരിക്കില്ല. ഞാൻ 2 തരത്തിൽ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യുന്നതും കണ്ടിട്ടുണ്ട്. അതായത് മ്യൂച്വൽ റെസ്പെക്റ്റോടുകൂടി അതുവരെ 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ ഈ ബന്ധം അവസാനിപ്പിക്കാൻ പോവാണ്. ഇനി അങ്ങോട്ടേക്ക് നമുക്ക് 2 പേരുടെയും ലൈഫ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലേക്ക് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. അതുകൊണ്ട് നമ്മൾക്കിടയിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ നമ്മളിവിടെ വെച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് എന്ന് പറയുന്ന ഒരു എൻഡ് നോട്ടിൽ റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കുന്നതും കണ്ടിട്ടുണ്ട്. അതല്ലാതെ എക്സ്ട്രീംലി ഓപ്പോസിറ്റ്, അതായത് യാതൊരു തരത്തിലും ഇനി അങ്ങോട്ടേക്ക് നിന്നെ ഞാൻ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറയുന്ന രീതിയിൽ ബന്ധങ്ങൾ അവസാനിപ്പിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാനാണെങ്കിൽ, എൻ്റെ ഒരു ഫ്രണ്ട് ഡിവോഴ്സൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് അവൻ്റെ എക്സ് പാർട്ട്ണറിൽ നിന്ന് കോൾ വരികയായിരുന്നു. ഞങ്ങളൊക്കെ ആ സമയത്ത് അടുത്തുണ്ട്. ആ കോളിൽ അവർ സംസാരിച്ചത് ത്രൂ ഔട്ട്, ഞാൻ നിന്നെ മനസ്സമാധാനമായി ജീവിക്കാൻ സമ്മതിക്കില്ല, നിൻ്റെ കരിയർ, നിൻ്റെ ലൈഫ്, ഇതെല്ലാം നശിക്കുന്നത് എനിക്ക് കാണണം, ഇതെല്ലാം നശിപ്പിച്ചാൽ മാത്രമേ എനിക്ക് സമാധാനം കിട്ടുകയുള്ളൂ എന്ന് പറയുന്ന രീതിയിൽ പുറകേ നടന്ന് ഉപദ്രവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആൾക്കാരും ഒരു ഗുഡ് നോട്ടിൽ റിലേഷൻഷിപ്സ് എൻഡ് ചെയ്യുന്ന ആൾക്കാരല്ല. അവർക്ക് ഏതെങ്കിലും തരത്തിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ
അപ്പുറത്ത് അവരുടെ എക്സ് പാർട്ട്ണറായിട്ടിരുന്ന ആൾ ജീവിതത്തിൽ ഏറ്റവും മോശകരമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് അവർക്ക് കാണണം. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അവർക്ക് മരിക്കുന്നത് കണ്ടാൽ പോലും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല. അയാൾ കഷ്ടപ്പെട്ട് നരകിച്ച് പണ്ടാരമടങ്ങി ജീവിക്കുന്നത് കണ്ടാൽ മാത്രം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ആൾക്കാരാണ് ഭൂരിഭാഗവും. ഇവർ മനസ്സിലാക്കാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഹീൽ ചെയ്യേണ്ടത് നിങ്ങളാണ്. അതായത് ഒരു റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മളോട് ഏറ്റവും മോശമായി പെരുമാറിയിട്ടുള്ള ആൾക്കാരായിരിക്കാം, നമ്മൾ ഡിസേർവ് ചെയ്യുന്ന രീതിയിലല്ലാതെ നമ്മളെ ഏറ്റവും മോശമായി ട്രീറ്റ് ചെയ്തിട്ടുള്ള വ്യക്തികളായിരിക്കും, നമുക്ക് നമ്മുടെ ലൈഫിൽ ഏറ്റവും മോശം മെമ്മറീസ് തന്നിട്ടുള്ള ആൾക്കാരായിരിക്കും. പക്ഷേ അവിടെ നിന്നും ഇറങ്ങിപ്പോരാൻ ചാൻസ് കിട്ടുന്ന ആൾക്കാർ തന്നെ വളരെ കുറവാണ്. അവിടെ കിടന്ന് നരകിക്കുന്ന മനുഷ്യന്മാരാണ് കൂടുതലും. പക്ഷേ നിങ്ങൾക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോരാൻ ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് നമ്മുടെ ലൈഫ് ആ റിവെഞ്ചിൽ ജീവിച്ചിട്ട് കാര്യമുണ്ടോ? നമുക്ക് നമ്മുടെ ലൈഫ് ജീവിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ലൈഫ് ബിൽഡ് ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കൂ. ഈ വർഷം അത്രയും നമുക്ക് നഷ്ടപ്പെട്ട സന്തോഷം, സമാധാനം, നമ്മുടെ കരിയർ, ഇതിലൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റണ്ടേ? ഇതൊക്കെ നമുക്ക് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റണ്ടേ? നമ്മൾ മറ്റൊരാളുടെ പുറത്തുള്ള ദേഷ്യത്തിൽ, അയാളോടുള്ള വൈരാഗ്യത്തിൽ മാത്രം, അയാൾ നശിക്കുന്നത് കാണാൻ വേണ്ടി മാത്രം നമ്മൾ ജീവിച്ചാൽ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് എപ്പോഴാണ് ജീവിക്കുക? അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഫസ്റ്റ് ഹീലാവേണ്ടത് നമ്മളാണ്. നമ്മളോട് ഏറ്റവും മോശമായി പെരുമാറിയ ആൾക്കാരോട് മറക്കാനോ പൊറുക്കാനോ അവർക്ക് മാപ്പ് കൊടുത്ത് അതൊന്നും അല്ല ഞാൻ പറയുന്നത്, അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. പക്ഷേ നമ്മൾ ആ വൈരാഗ്യത്തിൽ മാത്രം ജീവിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് കുട്ടികളും കൂടെ ഉണ്ട് നിങ്ങൾക്കെങ്കിൽ, അവിടെ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യാൻ പോകുന്നത് നിങ്ങളും ആ കുട്ടികളുമാണ്. ആ സമയത്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ കൂടെ വരുമായിരിക്കും. പക്ഷേ പിന്നീട് അങ്ങോട്ടേക്കുള്ള ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെയാണ്. അൾട്ടിമേറ്റ്ലി അത് മനസ്സമാധാനമായി സന്തോഷത്തിൽ കൊണ്ടുപോകേണ്ട ബാധ്യത നമ്മുടെ മാത്രമാണ്. നമ്മളിങ്ങനെ പറയും, നമ്മുടെ ഇമോഷൻസ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ബാധ്യതയാണ്. അത് നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ട് വന്നില്ല, ഇതൊന്നും അവിടുത്തെ മാറ്ററല്ല. വന്നു, അങ്ങനെയാണ് നമ്മുടെ ലൈഫ്, അങ്ങനെയാണ്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യമൊന്നും അല്ലല്ലോ വരുന്നത്. പക്ഷേ എന്ത് വന്നാലും അത് ഡീൽ ചെയ്യേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. പക്ഷെ എന്താ ചെയ്യുക, നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. തൻ്റെ പിരിഞ്ഞുപോയ പാർട്ട്ണർ ഒരു കാലത്തും ഗതി പിടിക്കരുത് എന്ന് പറഞ്ഞ് അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും. ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ആണ്. പണ്ടൊക്കെ ആണെങ്കിൽ മറ്റേ കൂടോത്രം ചെയ്യണം, മുട്ടയിൽ കൂടോത്രം ചെയ്തിടുക, കോഴിത്തല കുഴിച്ചിടുക, ഇങ്ങനെയൊക്കെയുള്ള കൂടോത്രങ്ങളിലൂടെയാണ് മറ്റേ ആളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പക്ഷേ ഇപ്പോൾ പിന്നെ അതിൻ്റെ ഒന്നും ബുദ്ധിമുട്ടുകളില്ല. സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പുറത്തിരിക്കുന്ന ആൾ നശിച്ചു കാണണം, അല്ലെ അയാളെ എങ്ങനെയും ഇല്ലാതാക്കണം എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് ആൾക്കാർ സെലക്ട് ചെയ്യുന്ന രണ്ട് മെയിൻ ടൂളാണ്. ഒന്ന്, നമ്മൾ നിയമം വഴി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എല്ലാം നമ്മൾ ചെയ്യും. സെക്കൻഡ് തിങ് സോഷ്യൽ മീഡിയ ആണ്. നമ്മളിപ്പോൾ സെലിബ്രിറ്റീസിൻ്റെ തന്നെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും നമ്മളിത് കണ്ടിട്ടുണ്ട്. മ്യൂച്വൽ റെസ്പെക്റ്റോടുകൂടി ഒരു ഗുഡ് നോട്ടിൽ എൻഡ് ചെയ്യുന്ന റിലേഷൻഷിപ്പുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെയും ആൾക്കാർ പോയിട്ട് ഊഹിച്ച് കണ്ടുപിടിക്കും, ഇയാൾക്ക് ഇന്നതുകൊണ്ടായിരിക്കും, അല്ലെ മറ്റേയാളുടെ നടത്തത്തിൽ ആദ്യം അയാൾ എടുത്തു വെച്ചത് ഇടതുകാലാണ്, അപ്പോൾ ഇയാളുടെ ഭാഗത്തായിരിക്കും തെറ്റ് എന്ന് പറയുന്ന തരത്തിലുള്ള ജഡ്ജ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷെ പല കേസസിലും നമ്മൾ കാണുന്നത് ഇവർ തന്നെ ഹിൻ്റ് ഇട്ട് കൊടുക്കുന്നതായിട്ടാണ്. അതായത് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് ഒന്നുകിൽ ഇവരെ തന്നെ ഒരു വിക്ടിമായിട്ട് ചിത്രീകരിക്കും. അപ്പോൾ ആൾക്കാർക്ക് ഈ പറയുന്ന സിമ്പതി കാര്യങ്ങളൊക്കെ വന്നിട്ട്, അയ്യോ ഇത്രയും നാൾ ഈ പറയുന്ന തരത്തിൽ നരകിച്ച് ആ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോയി അവരുടെ കരിയർ, അവരുടെ ലൈഫ് എല്ലാം അതിനകത്തേക്ക് അവരിട്ടിട്ടും അവർക്കിതാണല്ലോ ദൈവമേ വിധിച്ചത് എന്ന് പറയുന്ന രീതിയിൽ ഒരു സിമ്പതി അവിടെ വർക്കൗട്ട് ആവും. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് അക്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് അപ്പുറത്തെ ആളെ പ്രത്യക്ഷമായും പരോക്ഷമായും ഒക്കെ നമ്മൾ അക്യൂസ് ചെയ്യുക. ഇതെങ്ങനെ ചെയ്തു കഴിഞ്ഞാലും ഇതിൻ്റെ ഒരു എൻഡ് നോട്ട് എന്ന് പറയുന്നത് അവിടെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യപ്പെടും. മിക്കവാറും സൈഡിൽ ആദ്യം ഈ വിക്ടിം എന്ന് പറഞ്ഞ് സ്വയം പ്രൊജക്റ്റ് ചെയ്യുന്ന ആളിലേക്ക് അവിടെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നു. ആ ഗ്രൂപ്പ് ഇപ്പുറത്തിരിക്കുന്ന ആളെ പോയി അറ്റാക്ക് ചെയ്യുക. അത് അയാളെ മാത്രമായിരിക്കണം എന്നില്ല, അയാളുടെ ഫാമിലി മെമ്പേഴ്സ്, അയാളുടെ ഫ്രണ്ട്സ് ഉൾപ്പെടെ അയാളുടെ സോഷ്യൽ സർക്കിളിൽ വരുന്ന എല്ലാ മനുഷ്യരെയും അറ്റാക്ക് ചെയ്യും. നമ്മൾ മനസ്സിലാക്കണം, നമുക്കിതിനകത്തെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയില്ല, ഇവരുടെ ഇടയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയില്ല, ആരുടെ ഭാഗത്താണ് ശരി ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നൊന്നും നമുക്കറിയില്ല. നമുക്കാകെ അറിയാവുന്നത് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ, അത് തന്നെയാണ് അവിടുത്തെ കറക്റ്റ് വാക്കെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് അവർക്ക് അവരുടെ എക്സിനോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് അവർ സോഷ്യൽ മീഡിയയിൽ കുറച്ച് കാര്യങ്ങളിട്ട് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നു. ഇതൊന്നും തിരിച്ചറിയാനുള്ള യാഥാർത്ഥ്യ ബോധമില്ലാത്ത കുറേ മനുഷ്യർ ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി പോയി അപ്പുറത്തിരിക്കുന്ന ആളെ അറ്റാക്ക് ചെയ്യുക. നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, നിങ്ങളിങ്ങനെ മാനിപ്പുലേറ്റഡ് ആവുന്ന ആളാണോ എന്നാണ് ഫസ്റ്റ്. അത് സോഷ്യൽ മീഡിയയിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് മാത്രമല്ല കേട്ടോ. നമ്മൾക്ക് യാഥാർത്ഥ്യം അറിയാത്ത, വസ്തുത എന്താണെന്ന് നമുക്കറിയാത്ത ഒരു കാര്യത്തിൻ്റെ പുറകെ
നമ്മൾ വേറൊരാൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ഇറങ്ങുകയാണ്. രവി മോഹൻ്റെയും ആരതിയുടെയും കേസ് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ആരതിക്കായിരുന്നു എല്ലാ സപ്പോർട്ടും. രവി മോഹന് നമ്മൾ തന്നെ കാണുന്നതാണ് എന്തുമാത്രം സൈബർ ബുള്ളിങ് ആണ് അയാൾ അനുഭവിക്കുന്നതെന്നുള്ളത്. അയാൾ മൂവ് ഓൺ ചെയ്യാൻ നോക്കിയപ്പം ആ പാർട്ട്ണറും അനുഭവിക്കേണ്ടി വന്ന ബുദ്ധിമുട്ട്. അതെ, രവി മോഹൻ്റെ പത്രസമ്മേളനം കഴിഞ്ഞപ്പം ഇത് നേരെ ചേഞ്ച് ആയിട്ട് ഇതേ കൂട്ടം നേരെ പോയി അറ്റാക്ക് ചെയ്യുന്നത് ആരതിയാണ്. ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇനിയിപ്പം നാളെ ആരതി ഒരു പ്രസ് മീറ്റ് വിളിച്ച് വളരെ ഇമോഷണലായിട്ട് സംസാരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേ കൂട്ടം നേരെ തിരിച്ചു പോയി രവി മോഹനെ അറ്റാക്ക് ചെയ്യും. അപ്പോൾ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യുന്ന സമയത്ത് രണ്ടു പേർക്കും സംസാരിക്കാൻ അവരവരുടേതായിട്ടുള്ള പോയിന്റ്സ് ഉണ്ടാവും, അവരവരുടേതായിട്ടുള്ള ന്യായങ്ങളുണ്ടാവും. ഇതിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടായിരിക്കാം, റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടായിരിക്കാം. ഈ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമുണ്ട് എന്ന ഒറ്റ കാര്യത്തിൻ്റെ പേരിൽ നിങ്ങൾ വേറൊരാളെ അറ്റാക്ക് ചെയ്യാൻ പോവരുത് പ്ലീസ്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ നകുലനെ കൊല്ലുന്ന ഗംഗയാവരുത്. ഗംഗയെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഗംഗ ഒരുപാട് കൗതുകമുള്ള ആളായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് അനീതി ഏൽക്കേണ്ടി വന്ന നാഗവല്ലിയുടെ കഥ കേൾക്കുന്നു. അയ്യോ പാവം എന്ന് കരുതി ആദ്യം തോന്നിയ സിമ്പതി പിന്നീട് എമ്പതിയായി ഞാൻ തന്നെയാണ് നാഗവല്ലി, എനിക്കാണ് ആ നീതി നിഷേധം ഉണ്ടായത്, ഞാൻ ഈ നകുലൻ ഇവനാണ് ഇവിടുത്തെ പ്രശ്നക്കാരൻ, അതുകൊണ്ട് അവനെ വില്ലനായി കണ്ട് അവനെ ആക്രമിക്കാൻ ഇറങ്ങുന്നു എന്ന് പറയുന്ന ഈ സിമ്പതി എമ്പതിയായിട്ട് മാറുന്ന സിറ്റുവേഷനാണ്. നിങ്ങൾ ഇതിലെ കമൻറ്റ് ബോക്സിലേക്കൊക്കെ പോവുകയാണെങ്കിൽ കുറേ ആൾക്കാർ പറയുന്നത് എന്നെയും പണ്ട് ഇയാൾ ഇങ്ങനെയാണ് പറ്റിച്ചത്, എൻ്റെ ലൈഫിലും സംഭവിച്ചത് ഇതാണ്. നിങ്ങളുടെ ലൈഫിൽ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും, പല ആളുകളുടെയും ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷേ ലോകത്തുള്ള എല്ലാ റിലേഷൻഷിപ്പുകളിലും ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ ബ്രേക്കപ്പുകളുടെയും റീസൺ ഇതാണ് എന്ന് വിചാരിക്കരുത്. അങ്ങനെ വിചാരിക്കുമ്പോൾ ഒരു പെൺകുട്ടിയുമായിട്ടുള്ള പ്രണയബന്ധം പൊട്ടിയതിൻ്റെ പേരിൽ ലോകത്ത് ഒരു പെണ്ണിനെയും വിശ്വസിക്കരുത് എന്ന് പറയുന്ന വിവരം കെട്ടവൻ്റെ അതേ ആറ്റിറ്റ്യൂഡിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അങ്ങനെ അനാവശ്യമായി, അതായത് ഒരു സൈഡ് മാത്രം കേട്ടുകൊണ്ടുണ്ടാകുന്ന സിമ്പതിയും അത് ഗ്രാജുവലി നിങ്ങളിലുണ്ടാക്കുന്ന ഒരു എമ്പതിയും തെറ്റായ പല തീരുമാനങ്ങളിലേക്ക് കൺക്ലൂഷനിലേക്കൊക്കെ നമ്മളെ കൊണ്ടെത്തിക്കും. ചിലപ്പോൾ നകുലൻ ശരിക്കും മടിയായി പോയി എന്ന് വരും. അങ്ങനെയൊന്നും ഒരു മനുഷ്യനാണ് ഇവിടെ. പണ്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ ആളെ കൂട്ടി ആക്രമിക്കുമ്പോൾ പണ്ടാണെങ്കിൽ വിറകുകൊള്ളിയും കല്ലും ഒക്കെ വെച്ചിട്ട് ആക്രമിക്കും. ഇപ്പോൾ വിറകുകൊള്ളിയും കല്ലും ഒന്നുമില്ല. ഒരു പുരുഷനെയാണ് ആക്രമിക്കുന്നതെങ്കിൽ അവനിൽ അടിച്ചേൽപ്പിക്കാൻ പറ്റുന്ന പേരുകളെല്ലാം വിളിച്ച് അവനെ ആക്രമിക്കുക. ഒരു പെണ്ണാണെങ്കിൽ സ്ലഷയും അടക്കം അവളെ ആക്രമിക്കാൻ പറ്റുന്ന എല്ലാ വാക്കുകളും ഉപയോഗിക്കുക. ഈ കല്ലും മുള്ളും കമ്പും ഒക്കെ ഇപ്പോൾ വാക്കുകളായി മാറിയിരിക്കുകയാണ്. അത് സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുകയാണ്. ഇത് ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരാൾ പണ്ട് ആൾക്കൂട്ട ആക്രമണത്തിൽ തലക്ക് അടികൊണ്ട് മരിച്ചു പോവുകയാണെങ്കിൽ ഇവിടെ തലച്ചോറിനെ, നമ്മുടെ ചിന്തകളെ, നമ്മുടെ മാനസിക ആരോഗ്യത്തിനെ അതിഭീകരമായിട്ട് ബാധിച്ചിട്ട് നമ്മളെന്ന് പറയുന്ന വ്യക്തി ഇല്ലാതായിപ്പോൾ ഇവിടെ ആക്രമിക്കപ്പെടുന്ന വ്യക്തി ഇല്ലാതാവുകയാണ്. അങ്ങനൊരു ഗംഗയാവല്ലേ. പ്രസ് മീറ്റിൽ രവി മോഹൻ ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്, നിങ്ങൾ ഇത്രയും ആക്രമണം നടത്തുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് എന്തറിയാം എൻ്റെ ജീവിതത്തെ പറ്റിയിട്ട്? നിങ്ങൾക്ക് എങ്ങനെ അറിയാം ഞാൻ എന്ത് തരം മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത് എന്നുള്ളത്? ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. നമുക്ക് എങ്ങനെയാണ് അറിയാവുന്നത്? നമ്മൾ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ഊഹാപോഹങ്ങളുടെ ബേസിൽ, നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കടന്നു പോയ ചില സാഹചര്യങ്ങളുടെ ബേസിൽ ഇങ്ങനെ ആയിരിക്കാം എന്ന് നമ്മൾ ഊഹിച്ചതിന് ശേഷം നമ്മൾ ആൾക്കാരെ അറ്റാക്ക് ചെയ്യുക. ഇത് നമ്മൾ ഒരു കേസിലോ രണ്ട് കേസിലോ ഒന്നും പഠിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നേരത്തെ ഉണ്ണി പറഞ്ഞ പോലെ നമുക്ക് ദിലീപ് തൊട്ട് നാഗചൈതന്യ തൊട്ട് ഇങ്ങോട്ടേക്ക് എടുക്കാൻ പറ്റുന്നതിൽ അവസാനത്തെ ഉദാഹരണമായി നമ്മുടെ മുൻപിൽ നിൽക്കുന്ന ആളാണ് രവി മോഹൻ എന്ന് പറയുന്നത്. എല്ലാ മനുഷ്യരും ഇതേപോലെ പബ്ലിക്കിൻ്റെ മുന്നിൽ വന്നിട്ട് റിയാക്ട് ചെയ്യണം എന്നൊന്നുമില്ല. സമാന്തയുടെയും ശോഭിതയുടെയും കേസിൽ വന്ന താരതമ്യങ്ങൾ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എന്താണ് ശോഭിത എന്ന് പറയുന്ന വ്യക്തിയോട് ഇത്ര ദേഷ്യം തോന്നാൻ കാരണം? എന്താണ് വേണ്ടിയിരുന്നത് അവിടെ? സമാന്തയും നാഗചൈതന്യവും ഒരിക്കലും യോജിച്ചു പോകാൻ, മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല എന്നുള്ളൊരു ബന്ധത്തിൽ തുടരണമായിരുന്നോ? അതിൻ്റെ പേരിൽ അവരുടെ ജീവിതം, അവരുടെ ഹാപ്പിനെസ്, അവരുടെ കരിയർ ഇതൊക്കെ ഇല്ലാണ്ടാകണമായിരുന്നു? നിങ്ങൾ എന്താണ് അവിടെ ആഗ്രഹിക്കുന്നത്? അതോ രണ്ടുപേര് കല്യാണം കഴിച്ചു, ഡിവോഴ്സായി എന്നുള്ള ഒറ്റ പേരിൽ അവർ പിന്നീടൊരു ലൈഫ് പാർട്ട്ണറെ ചൂസ് ചെയ്യാൻ പാടില്ലേ? ഞാൻ ഉണ്ണീൻ്റെ കൂടെ ഇനിഷ്യൽ ഡേയ്സിലുണ്ടായിരുന്നൊരു വീഡിയോയിലാണ്. അതിൻ്റെ താഴെ ഐ എം വെരി ഗ്ലാഡ് അങ്ങനത്തെ കുറച്ച് കമൻറ്റ്സ് മാത്രമേ കണ്ടിട്ടുള്ളൂ, പക്ഷേ കാണേണ്ടി വന്നു. മെൻ മൂവ് ഈസിലി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ താഴെ ഉണ്ണിയുടെ പാസ്റ്റ് ലൈഫുമായിട്ട് ചേർത്തിട്ടുള്ള കുറച്ച് കമൻറ്റ്സൊക്കെ ഞാൻ വായിച്ച സമയത്ത്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്ര സിമ്പിളായിട്ട് കാര്യങ്ങളെ ജഡ്ജ് ചെയ്യാൻ പറ്റുന്നത്? ഒരു പ്രശ്നകരമായ ജീവിതത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങളുടെ സന്തോഷത്തിലും സമാധാനത്തിലും ഒക്കെ വലുത് നിങ്ങൾക്ക് നിങ്ങളെ പോലെയുള്ള ആളുകൾ നിങ്ങളെ ജഡ്ജ് ചെയ്യും എന്നുള്ളതിൻ്റെ പേടിയാണ് നിങ്ങളുടെ ഉള്ളിലുള്ളതെങ്കിൽ നിങ്ങൾ ആ ലൈഫിൽ തുടരൂ. അപ്പോഴും എനിക്ക് തുടരൂ എന്ന് പറയാൻ പറ്റുന്നില്ല. പ്ലീസ് കം ഔട്ട്.
എന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. പക്ഷേ ഇങ്ങനെ ജഡ്ജ് ചെയ്യുന്ന മനുഷ്യന്മാരോട് നമ്മൾ എന്ത് പറയാനാണ്? രണ്ടുപേരും ഒരുമിച്ചുള്ളൊരു ജീവിതം വേണ്ട എന്ന് വെക്കുന്ന സമയത്ത് അവർക്ക് രണ്ടുപേർക്കും അവരവരുടേതായിട്ടുള്ള സ്ട്രഗിൾസ് ഉണ്ടായിരിക്കും. രണ്ട് മനുഷ്യരുടെ ഭാഗത്തും അവരവരുടേതായിട്ടുള്ള ശരികൾ ഉണ്ടായിരിക്കും. രണ്ടുപേരും അത്രയും സന്തോഷത്തിൽ സ്റ്റാർട്ട് ചെയ്തൊരു ലൈഫ് എൻഡ് ചെയ്യുന്ന സമയത്ത് അവർ കടന്നു പോകുന്ന മെൻ്റൽ പ്രഷറുണ്ട്. നിങ്ങൾ കേട്ടാൽ രണ്ടുപേരുടെ സൈഡ് നിങ്ങൾ കേട്ടാൽ രണ്ടുപേരുടെ സൈഡിലും ന്യായം ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നും. ഇവിടെ ഒരാൾ വില്ലൻ, ഒരാൾ നായകൻ, അല്ലെ ഒരാൾ നായിക, ഒരാൾ വില്ലത്തി, ഇങ്ങനെ ഒന്നും ഇല്ല. ഉണ്ണിയുടെ അടുത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന വേറൊരു ചോദ്യം ഞാൻ ഈ കമൻറ്റ് ബോക്സ് വായിക്കുന്നത് കൊണ്ട് ഞാൻ കേട്ടുള്ളതാണ്. ഇത്രയും ബന്ധങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു, ഉണ്ണി എങ്ങനെ ഡിവോഴ്സ്ഡായി എന്ന് ചോദിക്കും. ബന്ധങ്ങളെക്കുറിച്ച്, അതിൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചിട്ട്, അവിടെ ലഭിക്കേണ്ട റെസ്പെക്റ്റിനെ കുറിച്ചിട്ടൊക്കെ ഏറ്റവും നന്നായി അറിയാം, സംസാരിക്കാം എന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അത് ഫെയിലിയർ ആയിക്കൂടാ എന്നൊന്നുമില്ല. ഫെയിലിയർ ഇൻ ദ സെൻസ് അത് നമുക്ക് കംപ്ലീറ്റ് ലൈഫ് ലോങ് കൊണ്ടുപോകാൻ പറ്റണം നിർബന്ധമൊന്നുമില്ല. അതെ, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അത് മനസ്സിലാക്കുന്ന സമയത്ത്, അതായത് രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ ആ രണ്ട് വ്യക്തികൾക്കും അവരുടെ സന്തോഷം, അവരുടെ സ്വാതന്ത്ര്യം, അവരുടെ സമാധാനപരമായ ജീവിതം, അവരുടെ ഫ്യൂച്ചർ, ഇതൊന്നും മുന്നോട്ടേക്കുള്ള ജീവിതത്തിൽ കാണാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ അവിടെ നിന്നും ഇറങ്ങിപ്പോരാനുള്ള റൈറ്റ് ആ രണ്ട് മനുഷ്യർക്കുമുണ്ട്. നിങ്ങളവിടെ ആരുടെ ഭാഗത്താണ് ന്യായം, ആരുടെ ഭാഗത്താണ് തെറ്റ്, ആരാണ് ശരി തെറ്റെന്നൊന്നും അങ്ങനെ നിങ്ങളെ ആരും അവിടെ അപ്പോയിൻറ്റ് ചെയ്തിട്ടില്ല. സെൽഫ് അപ്പോയിൻമെൻ്റ് ആണ്. അതെ, ഞാൻ ഇന്നു തൊട്ട് നിങ്ങളുടെ സോഷ്യൽ അനലൈസറായി ജോലി ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. ശമ്പളം ഒന്നും വേണ്ട, ഞാൻ കുറച്ച് കമൻ്റ് ഒക്കെ ഇടും, അതിൽ എനിക്ക് കുറച്ച് ഹാപ്പിനെസ് ഒക്കെ കിട്ടും എന്ന് പറയുന്ന ഒരു സോഷ്യൽ അനലൈസർ അല്ല. ആ ചോദ്യം ചോദിക്കുന്നവർ എല്ലായിടത്തും ഈ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പുറത്തെ വീട്ടിൽ, ഇപ്പുറത്തെ വീട്ടിൽ, സോഷ്യൽ മീഡിയയിലുള്ള എല്ലാവരുടെയും ജീവിതത്തിലൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. പക്ഷേ നമ്മളിത് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യമാണ്. ഒരു റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. അതിലെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ പ്രൈവറ്റായി തന്നെ കീപ്പ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ അതിൻ്റെ അകത്ത് കയറി കളിക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും മെയിൻ പരിപാടി. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ടൂളാവുന്ന മനുഷ്യന്മാരും ഉണ്ട്. നിങ്ങളെ ആ റിലേഷൻഷിപ്പിൽ ഇരുന്ന മനുഷ്യന്മാർ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാനിപ്പുലേറ്റഡ് ആവാൻ റെഡിയായി നിൽക്കുന്നത് എന്തിനാണ്? അവിടെ നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഞാൻ ഇവരുടെ മാനിപ്പുലേഷനിൽ വീണുപോയി, ഈ യുദ്ധത്തിന് ഞാൻ എന്തിനാണ് ഇറങ്ങുന്നത്, എനിക്കങ്ങനെ ഇറങ്ങേണ്ടി വരുന്നതുകൊണ്ട്. അപ്പോൾ എനിക്ക് എന്തോ ഞാൻ എവിടെയോ ഒന്ന് ഹീലാവേണ്ടതുണ്ട്, ഞാൻ എവിടെയോ എന്നിൽ തന്നെ ഒരു കറക്ഷൻ വരുത്തേണ്ടതുണ്ട്. നിങ്ങൾ നിങ്ങളിൽ വർക്ക് ചെയ്യൂ. നിങ്ങൾ ഒരു സോഷ്യൽ മീഡിയ അറ്റാക്കറായിട്ട് മാറുന്നുണ്ടെങ്കിൽ, ഇനി സോഷ്യൽ മീഡിയയിലല്ല അല്ലാതെ തന്നെ നിങ്ങളൊരു സദാചാരവാദിയായി മാറി നിങ്ങൾ ഒരു മനുഷ്യനെ, ചില ആൾക്കാർ ചോദിക്കും ഞങ്ങൾ തല്ലിയൊന്നുമില്ലല്ലോ, ഫിസിക്കൽ ഹെൽത്തും മെൻ്റൽ ഹെൽത്തും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഒരു മനുഷ്യനെ അറ്റാക്ക് ചെയ്യുന്നത് ഏത് തരത്തിലാണെങ്കിലും, നിങ്ങളൊരു അറ്റാക്കർ ആണെങ്കിൽ നിങ്ങൾക്ക് ഓരോ വിഷയത്തിലും ഒപ്പീനിയൻ ഉണ്ടാവും, എഗ്രിമെൻറ്റ് ഉണ്ടാവും, ഡിസഗ്രിമെൻറ്റ് ഉണ്ടാവും. അതിനെക്കുറിച്ചിട്ടല്ല പറയുന്നത്. ഒരാളെ നിങ്ങൾ പേഴ്സണലി അയാളുടെ പ്രൈവറ്റ് ലൈഫിൽ കയറി അറ്റാക്ക് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിച്ച് നോക്കണം, നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന്. രവി മോഹൻ്റെ ഈ പ്രസ് മീറ്റ് കഴിഞ്ഞതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരിക്കുന്ന ഒരു വലിയ ചർച്ച, ഇവൻ അതിൻ്റെ ഇടയിലും അദ്ദേഹം അങ്ങനത്തെ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണോ ഫെമിനിസം, ഞാനൊരു ഫെമിനിസ്റ്റാണ് എന്നുള്ള വാക്കുകൾ അദ്ദേഹം പറയുന്നു. അദ്ദേഹം കരഞ്ഞു തുടങ്ങിയ സമയത്ത് ടിഷ്യൂ പേപ്പറുമായിട്ട് ഒരു സ്ത്രീ വരുന്ന സമയത്ത് ഇതാണ് ഫെമിനിസം എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ഫെമിനിസം ഇതിൻ്റെ ഇടയിൽ ഒരു ചർച്ചയാവുന്നുണ്ട്. ആണുങ്ങളുടെ ഒരു വിഭാഗം, ഈ പെണ്ണുങ്ങൾ ആണുങ്ങളെ ഇത്രയധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അതായത് ഒരു വിവാഹ ജീവിതത്തിന് ശേഷം ഒരാണ് കടന്നു പോകുന്നത് ഹെവി മെൻ്റൽ സ്ട്രെസ്സിലൂടെയാണ്. അതുപോലെ വിവാഹ മോചന സമയത്ത് അലിമണി ചോദിക്കുന്നതും അല്ലാതെ നമ്മുടെ ഇന്ന് പിടിച്ചു പറിച്ചെടുക്കുന്നത്, അതായത് നമ്മുടെ ലൈഫിൻ്റെ മുഴുവൻ സമ്പാദ്യവും ഒരു പെണ്ണ് കൊണ്ടുപോകുന്നു, അങ്ങനെ നമ്മളെ ഇല്ലാതാക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യം. സ്ത്രീയുടെ ഭാഗത്തു നിന്ന് പുരുഷൻ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് പുരുഷന്മാരുടെ ഒരു വിഭാഗം, ഈ പുരുഷന്മാർക്കൊപ്പം ജീവിക്കുക എന്ന് പറയുന്നത്, വഞ്ചിക്കുന്ന പുരുഷന്മാർക്കൊപ്പം ജീവിക്കുക എന്ന് പറയുന്നത് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്ന സ്ത്രീകളുടെ ഒരു വിഭാഗം. അങ്ങനെ ഇത് ആൺ പെൺ ഫെമിനിസം ചർച്ചയായിട്ട് വഴിതിരിഞ്ഞു പോകുന്നു എന്ന് തോന്നി. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഫെമിനിസം എന്ന് പറയുന്നത് അത് എന്ത് തന്നെയായാലും നിങ്ങൾ ഉദ്ദേശിച്ച് വെച്ചിരിക്കുന്ന സാധനമല്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. നമുക്കിടയ്ക്കൊരു മെസ്സേജ് വന്നതാണ്, ആക്ച്വലി ഉണ്ണിക്ക് വന്നൊരു മെസ്സേജാണ്. 2 പേര് കല്യാണം കഴിച്ച് ജീവിക്കുകയാണ്. 2 പേർക്കും ഹസ്ബൻഡ് ആൻഡ് വൈഫ് 2 പേർക്കും ഏകദേശം ഒരേ സാലറിയാണ് ലഭിക്കുന്നത്. അവർ വീട്ടിലെ ഡ്യൂട്ടീസ് എല്ലാം ഈക്വലി ഡിവൈഡ് ചെയ്തിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ഫാമിലി എക്സ്പെൻസ്, ഈ പുരുഷൻ മാത്രമാണ്, ഹസ്ബൻഡിൻ്റെ റോളിൽ നിൽക്കുന്ന ആൾ മാത്രമാണ് അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ റെൻറ്റ്, ബാക്കി നമുക്ക് കിച്ചണിലേക്ക് വാങ്ങിക്കേണ്ട സാധനങ്ങൾ, ഫുഡ്, ഇതൊക്കെ വരുന്ന സമയത്ത് ഈ ഹസ്ബൻഡ് എന്ന് പറയുന്ന ആൾ മാത്രമാണ് അതിനകത്തേക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത്. വൈഫ് ഒരു എമൗണ്ടും അതിനകത്തേക്ക് സ്പെൻഡ് ചെയ്യുന്നില്ല. അത് മാത്രമല്ല പുള്ളിക്കാരത്തേക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട്.
അപ്പോൾ ഇത് കുറേ മാസം ഇതിങ്ങനെ അടുപ്പിച്ചായപ്പോൾ ഹസ്ബൻഡിന് ഇത് ഭയങ്കര, അതായത് ഞാൻ എൻ്റെ ഇഷ്ടത്തിനും കൂടെ സ്പെൻഡ് ചെയ്യേണ്ട എമൗണ്ട് ആണല്ലോ ഞാൻ ഇതിനകത്തേക്ക് സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ഒരു യാത്ര പോകാനോ ഒരു സാധനം വാങ്ങിക്കാനോ ഒന്നും പറ്റുന്നില്ല. ഇത് ഒരു തവണ പുള്ളി വൈഫിൻ്റെ അടുത്ത് പറയുകയുണ്ടായത്, ഇങ്ങനൊരു പ്രശ്നമുണ്ട്, നമ്മൾ ഈ വീട്ടിലുള്ളിലേക്കുള്ള എക്സ്പെൻസും നമ്മൾ ഒരുമിച്ച് ബാക്കിയെല്ലാം നമ്മൾ ഈക്വലി അല്ലേ ഡിവൈഡ് ചെയ്യുന്നത്, അപ്പോൾ വീട്ടിലേക്കുള്ള എക്സ്പെൻസിലും നിൻ്റെ കോൺട്രിബ്യൂഷൻ വേണം എന്ന് പറഞ്ഞ സമയത്ത് വഴക്കുണ്ടാവുകയും പുള്ളിക്കാരത്തി നീ ഒരു ഫെമിനിസ്റ്റ് അല്ല, അതുകൊണ്ടാണ് നിനക്കിതൊന്നും മനസ്സിലാവാത്തത് എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ പുള്ളി ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാണ്, ബ്രോ ഇതാണോ ഫെമിനിസം? എനിക്കറിയില്ല, എനിക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരുമോന്ന്. ഇറ്റ്സ് യൂട്ടിലൈസേഷൻ, ഇറ്റ്സ് നോട്ട് ഫെമിനിസം. അത് ഫെമിനിസം അല്ല. ഫെമിനിസം എന്ന് പറയുന്നത് നമ്മളിത് ഒരുപാട് അഡ്രസ്സ് ചെയ്തിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഇതിന് ഡെഫിനിഷനും എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫെമിനിസം എന്ന് പറയുന്നത് ഈക്വൽ റൈറ്റ്സ് ആണ്. അതായത് ജെൻഡർ എന്ന് പറയുന്നത് ഒരു സ്ത്രീ ആയിപ്പോയി എന്നതിൻ്റെ പേരിൽ ഒരാണിന് ലഭിക്കുന്ന റൈറ്റ്സ്, അത് വിദ്യാഭ്യാസം നേടാനുള്ള, ജോലി ചെയ്യാനുള്ള, സമൂഹത്തിൽ ജീവിക്കാനുള്ള, ഇറങ്ങി പ്രവർത്തിക്കാനുള്ള, സ്വതന്ത്രമായി യാത്ര ചെയ്യാനുള്ള, സ്വന്തം തീരുമാനങ്ങൾ എടുക്കാനുള്ള റൈറ്റ്സ് ഒരു പെൺകുട്ടിക്കും ഉണ്ടാവണം. ഇതിനെയാണ് നമ്മൾ ഫെമിനിസം എന്ന് പറയുന്നത്. ഈക്വൽ റൈറ്റ്സ് വരുന്ന സമയത്ത് അവിടെ ഈക്വൽ റെസ്പോൺസിബിലിറ്റീസും വരും. ആ റെസ്പോൺസിബിലിറ്റീസ് ഷെയർ ചെയ്യാൻ പറയുന്ന സമയത്ത് ഫെമിനിസം അത് സമ്മതിക്കുന്നില്ല. ഞാൻ ഒരു ഫെമിനിസ്റ്റാണ്, നീ ഒരു ഫെമിനിസ്റ്റ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് ഫെമിനിസം. അവിടെ നമുക്ക് തിരിച്ചു പറയാനും പറ്റണം. നിങ്ങളെ ഒരാൾ യൂട്ടിലൈസ് ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ആക്ച്വലി നമ്മളും വിശ്വസിക്കുന്നത് ഫെമിനിസം കൊണ്ട് ഏറ്റവും കൂടുതൽ ഉപകാരം ഉണ്ടാകാൻ പോകുന്നത് പുരുഷന്മാർക്കാണെന്നാണ്. കാരണം ഇത്രയും കാലം ഈ പാട്രിയാർക്കൽ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് ആണുങ്ങളൊക്കെ പഠിച്ചിരിക്കുന്നത് നമ്മളാണ് കുടുംബം നോക്കേണ്ടത്, നമ്മളാണ് അത് ചെയ്യേണ്ടത്, ഇത് ചെയ്യേണ്ടത്. അതായത് എൻ്റെ ജീവിതം ഫ്രം ദ ബിഗിനിങ് ടിൽ ദി എൻഡ് ഞാൻ കഷ്ടപ്പെട്ട് മെനക്കെട്ട് എൻ്റെ ജീവിതം മുഴുവൻ ഇല്ലാതാക്കിയിട്ട് ഞാൻ എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും കൊടുക്കുക എന്നുള്ളതാണ്. അവർ വളർന്നു വലുതാകുമ്പോൾ, ഈ മക്കൾ വളർന്നു വലുതാകുമ്പോൾ അവർ ഈ ആണുങ്ങളുടെ ഡ്യൂട്ടിയും പെണ്ണുങ്ങളുടെ ഡ്യൂട്ടിയും ചെയ്യാന്നുള്ളതാണ്. അവിടുന്ന് മാറിയിട്ട് നമ്മൾ ഈ റെസ്പോൺസിബിലിറ്റീസ് ഷെയർ ചെയ്യാൻ പറ്റുന്ന, അവനവൻ്റെ കാര്യങ്ങൾ അവനവനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരുമിച്ച് നമ്മളൊരു പാർട്ട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ അതിലെല്ലാത്തിലും ഈ ഈക്വൽ കോൺട്രിബ്യൂഷൻ വേണം. ചിലപ്പം എല്ലാവർക്കും ഒരേ സാലറി ഒന്നും ആവണമെന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു റേഷ്യോ അനുസരിച്ചെങ്കിലും അവിടെ ഒരു ഇൻപുട്ട് ഉണ്ടാവണം. അങ്ങനെ ഒന്നുമില്ലാതെ ഒരാൾ എല്ലാം സ്വന്തമായിട്ട് വെക്കുകയും കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം മുഴുവൻ വീണ്ടും ഒരാളുടെ, അതായത് ഈ പുരുഷൻ ആ പഴയ പാട്രിയാർക്കൽ സിസ്റ്റത്തിൻ്റെ എല്ലാ ദുരിതവും പേറി മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ സ്ത്രീ ഇവിടെ ഈ പറയുന്ന ഫെമിനിസത്തിൻ്റെ പേരിൽ ഈ പുരുഷൻ്റെ കഷ്ടപ്പാടുകളെ മുഴുവൻ അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യട്ടെ, ഞാൻ എൻ്റെ ലൈഫ് സന്തോഷമായി ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ഇയാൾ എല്ലാത്തിനും ഒരു പാർട്ട്ണറായി കൂടെ നിൽക്കുന്ന ആളാണ്. അപ്പോൾ അവിടെ അത് യൂട്ടിലൈസേഷൻ തന്നെയാണ്. അങ്ങനെ ഈ ഫെമിനിസത്തിനെ തെറ്റായി ഉപയോഗിക്കുന്ന, ഈ പറയുന്ന ഒരു പോരാട്ടത്തിന് തെറ്റായ മാർഗത്തിൽ ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പിന്നെ ഈ രണ്ട് ചേരിതിരിഞ്ഞുള്ള ആക്രമണത്തിൽ രവി മോഹൻ എഗെയിൻസ്റ്റ് ആയിട്ട് സ്ത്രീകൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ചീറ്റിംഗ് ആണ്. നമ്മൾ മെയിൻ ചാനലിൽ ഉണ്ണി വ്ളോഗ് സിനി ഫയലിൽ അവിഹിതം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് നമ്മൾ ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ നമ്മുടെ പെർസ്പെക്റ്റീവ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. വളരെ ചുരുക്കി ഇവിടെ പറയാം. കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ, അതായത് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ പല ടൈപ്പ് ഉണ്ടാവും. ഓപ്പൺ റിലേഷൻഷിപ്പ് ഉണ്ടാവും, ബെഞ്ചിങ്, അങ്ങനെ ഇങ്ങനെ കുറേ ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്സ് ഉണ്ട്. പക്ഷേ ഇമോഷണലി ഫിസിക്കലി കമ്മിറ്റഡ് ആയിട്ട് ഒരു റിലേഷൻഷിപ്പിലേക്ക് എത്തി നിൽക്കുന്ന രണ്ട് പേര്, അവിടെ തീർച്ചയായിട്ടും ഒരാൾ മറ്റൊരാളിൽ ഡിപ്പെൻഡൻ്റ് ആയിട്ടായിരിക്കും നിൽക്കുക ഏതെങ്കിലുമൊക്കെ തരത്തിൽ. അങ്ങനെയുള്ള ഒരു ലൈഫിൽ ഒരാൾ മറ്റൊരാളെ ചീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇമോഷണലി ആയിക്കോട്ടെ ഫിസിക്കലി ആയിക്കോട്ടെ എങ്ങനെയാണെങ്കിലും ചീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ചീറ്റിംഗ് ഈസ് ചീറ്റിംഗ്. അതിനകത്ത് നമ്മൾ വേറെ ഒന്നും, അതിനകത്ത് നിങ്ങളുടെ സാഹചര്യം, നിങ്ങൾക്ക് 100 കൂട്ടം സാഹചര്യങ്ങൾ പറയാം, ഞാൻ ഈ അവസ്ഥയിലായിരുന്നു, അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞാലും ചീറ്റിംഗ് എന്ന് പറയുന്നത് ചീറ്റിംഗ് തന്നെയാണ്. അതിനെ നമ്മൾ അവിടെ നമ്മൾ ന്യായീകരിക്കാൻ നിന്നിട്ടോ പോയിന്റ്സ് നിരത്തിയിട്ടോ ഒന്നും കാര്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗമുണ്ടായിരിക്കും, നിങ്ങൾ ആ റിലേഷൻഷിപ്പിൽ അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ബട്ട് ആ സിറ്റുവേഷൻ എടുക്കുന്ന സമയത്ത് ചീറ്റിംഗ് എന്ന് പറയുന്നതിനെ നമുക്ക് അതിനെ ന്യായീകരിക്കുകയല്ല നമ്മളിവിടെ ചെയ്യുന്നത്. പക്ഷേ ഈ റിലേഷൻഷിപ്പിൽ അവർ തമ്മിൽ വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടിരുന്ന സമയത്ത് ഒരു ചീറ്റിംഗ് നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. രവി മോഹൻ തന്നെ പറയുന്ന അനുസരിച്ച് 4 വർഷമായി അവർ സെപ്പറേറ്റഡ് ആയിട്ടാണ് ജീവിക്കുന്നത്. ഒരാൾ ഡിവോഴ്സ് പ്രോസസ്സ് എത്രയും പെട്ടെന്ന് കഴിഞ്ഞ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു, വേറൊരാൾ ഡിവോഴ്സ് തരുന്നില്ല എന്ന്. ഇതൊക്കെ ആരോപണങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത്. അപ്പോൾ ഈ ആരോപണങ്ങളുടെ ഇടയിൽ എങ്ങനെയാണ് നമ്മൾക്ക് ഈ റീസൺ കൊണ്ടാണ് ഇവർ ഈ ബന്ധത്തിൽ നിന്നും പുറത്തു പോയത്? പിന്നെ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഈ 14 വർഷമില്ലാത്ത കാര്യങ്ങൾ ഇപ്പോഴാണോ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 14 വർഷം അവരുടെ ഇടയിൽ പ്രശ്നങ്ങളില്ലായിരുന്നു എന്നാണോ നിങ്ങൾ കരുതുന്നത്?
ഇന്ന് നമ്മൾ ചുറ്റും കാണുന്ന ഒരുമിച്ച് ജീവിക്കുന്ന ദമ്പതികൾക്കിടയിൽ എല്ലാവരുടെ ഇടയിലും ഈ പറയുന്ന പ്രശ്നങ്ങൾ, അതിൻ്റെ ഈ വലുപ്പമൊക്കെ ഇങ്ങനെ മാറി മറിഞ്ഞു, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിൻ്റെ ഫ്രീക്വൻസി, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ മാറി മറിഞ്ഞു ഒക്കെ ഇരിക്കുമെങ്കിലും എല്ലാ മനുഷ്യരും, നമ്മൾ കാണുന്ന ഒരുമിച്ച് ജീവിക്കുന്ന എല്ലാ മനുഷ്യരും ഹാപ്പി ആയിട്ടൊന്നും അല്ല ജീവിക്കുന്നത്. അവർ ഒരുമിച്ച് ജീവിക്കുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ടായിരിക്കും. സോഷ്യൽ പ്രഷർ ഒരു വലിയ കാര്യമാണ്, ഫാമിലിയുടെ സൈഡിൽ നിന്നുണ്ടാകുന്ന പ്രഷർ ഒരു വലിയ കാര്യമാണ്, ഈ പറയുന്ന കുട്ടികൾ ഉണ്ടായി എന്നുള്ളതിൻ്റെ പേരിൽ മാത്രം ഒരുമിച്ച് മുന്നോട്ടേക്ക് സർവൈവ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ ശരിക്കും ഹാപ്പി ആയിട്ടാണോ ജീവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. നമ്മുടെ സൊസൈറ്റി രണ്ടുപേര് കല്യാണം കഴിക്കുന്ന സമയത്ത് കൺഗ്രാജുലേഷൻസ്, വിഷ് യു ഹാപ്പി മാരീഡ് ലൈഫ്, നിങ്ങൾ നന്നായിട്ട് ജീവിക്കൂ, അടിപൊളിയായിട്ട് ജീവിക്കൂ, നിങ്ങളെ നോക്കൂ, നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ജീവിക്കൂ എന്നൊക്കെ പറയുന്ന അതേ ഒരു വെൽക്കമിങ്ങിൽ നമ്മളൊരു ഡിവോഴ്സ് കേസ് വരുമ്പോഴും നമ്മൾ അതിനെ വെൽക്കം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ എത്രയോ ആൾക്കാർ നമ്മുടെ ചുറ്റും ഡിവോഴ്സ് ചെയ്തേനെ. കാരണം സമൂഹത്തെ പേടിച്ച് മാത്രം, സമൂഹം എന്ത് പറയും, എന്നെ എങ്ങനെ ജഡ്ജ് ചെയ്യും എന്നുള്ളതിൻ്റെ പേരിൽ മാത്രം വിവാഹബന്ധത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ 14 വർഷം പ്രശ്നമില്ലായിരുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. 14 വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള പല പ്രശ്നങ്ങളും നമ്മൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കുമല്ലോ. ചില പ്രശ്നങ്ങൾ 1-2 വർഷം എടുക്കുമായിരിക്കും പറഞ്ഞ് ബാലൻസ് ചെയ്ത്, രണ്ടുപേരും ഇത് ഒരാൾക്ക് യോജിപ്പുള്ളതും മറ്റേയാൾക്ക് യോജിക്കാൻ പറ്റാത്തതുമായിട്ടുള്ള കാര്യങ്ങളുണ്ടാകും. അതിൽ അവരൊരു ബാലൻസ് കണ്ടെത്താൻ ശ്രമിച്ച് അതിലേക്ക് എത്തുന്നത് ചിലപ്പോൾ കുറച്ച് സമയം എടുത്തിട്ടായിരിക്കും. ചിലപ്പോൾ അതിനൊരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുത്തു എന്നും വരും. അങ്ങനെ വരുമ്പോൾ 2-3 വർഷം, 6 വർഷമൊക്കെ അല്ലെങ്കിൽ 7-8 വർഷമൊക്കെ ഒരു റിലേഷൻഷിപ്പിൽ വർക്ക് ചെയ്യുന്ന മനുഷ്യരുണ്ട്. കാരണം നമുക്കിതിൽ എവിടെയെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടാവും, നമുക്കിത് എങ്ങനെയെങ്കിലും വർക്ക് ചെയ്തെടുക്കാം എന്ന പ്രതീക്ഷയിൽ മുന്നോട്ട് പോവുകയാണ്. ആ മുന്നോട്ട് പോക്കിനിടയിൽ ഈ പ്രശ്നങ്ങളൊന്നും നിങ്ങളോട് പറയില്ല. അവരുടെ ലൈഫിലെ ഹാപ്പി ഫേസസ് നിങ്ങളെ കാണിച്ചുകൊണ്ടേയിരിക്കും. കാര്യം നിങ്ങളത് ഡിമാൻഡ് ചെയ്യുന്നുണ്ടല്ലോ. ഹാപ്പി ആയിട്ടാണോ ജീവിക്കുന്നത്, സുഖമാണോ, സന്തോഷമാണോ, അവർക്ക് സന്തോഷമാവട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ സന്തോഷത്തിൻ്റെ കുറച്ച് എലമെൻറ്റ്സ് കൊടുക്കും. പക്ഷേ ഇവിടെ സോൾവ് ചെയ്യാത്തൊരു പ്രശ്നം സോൾവ് ചെയ്യാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ 10 വർഷം 14 വർഷം ശ്രമിച്ചിട്ടായിരിക്കാം ഇനി ഇത് ശരിയാവില്ല എന്ന് അയാൾക്ക് തോന്നിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അതിലൊരാൾക്ക് തോന്നിയിട്ടുണ്ടാവുക. അവർ ഡിവോഴ്സിൻ്റെ പ്രോസസ്സ് ആരംഭിച്ചിട്ടുണ്ടാവുക. അപ്പോൾ 14 വർഷമില്ലാത്ത ഡിവോഴ്സിനെ നിങ്ങൾ കാണേണ്ടത്, ഇന്ന് ഞാൻ ഡിവോഴ്സ് ഫയൽ ചെയ്തു എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ 10 മണിയായപ്പോൾ ഡിവോഴ്സ് ചെയ്തേക്കാന്നൊരു തോന്നലുണ്ടായി എന്നല്ല അതിൻ്റെ അർത്ഥം. അതിനും എത്രയോ നാളുകൾക്ക് മുമ്പ് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും സോൾവ് ചെയ്യാൻ ശ്രമിക്കുകയും രണ്ടുപേർക്കും ഇടയിലൊരു നല്ല മാർഗ്ഗം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുകയും വീണ്ടും പൊളിയുകയും വീണ്ടും പണിയുകയും ചെയ്ത് അവസാനം നമ്മൾ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തും. പിന്നെ ഈ പറയുന്ന ഇത്രയും പ്രഷറിനെയൊക്കെ ബ്രേക്ക് ചെയ്യാൻ നമുക്ക് പറ്റും എന്ന് പറയുന്നൊരു തോന്നൽ ഉണ്ടാകുമ്പോഴാണ് ഡിവോഴ്സ് എന്ന് പറയുന്നൊരു വാക്ക് നമ്മൾ ഈ 2 പേർക്കിടയിലല്ലാതെ മൂന്നാമതൊരാളുടെ മുമ്പിൽ പറയാൻ ശ്രമിക്കുക. അപ്പോൾ അതൊരു ഒറ്റ ദിവസം കൊണ്ടുണ്ടാകുന്ന പ്രോസസ്സൊന്നുമല്ല. പിന്നെ പുരുഷന്മാർ ഇതിനകത്ത് റിലേറ്റ് ചെയ്യുന്ന ഒരു പോയിൻ്റായിട്ട് ഞാൻ കാണുന്നത് ഈ അലിമണിയുടെ ഇഷ്യൂ വരുന്ന സമയത്താണ്. അതായത് തൻ്റെ ജീവിതകാലത്തെ സമ്പാദ്യം ഒരു ബന്ധത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന സമയത്ത് പാർട്ട്ണർക്ക് കൊടുത്തിട്ട് പോകേണ്ട ഒരവസ്ഥ എന്ന് പറയുന്നത് പിന്നീട് ഞങ്ങൾ പാപ്പരായി പോവുകയാണ്. ഞങ്ങൾ ഇത്രയും നാൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഉണ്ടാക്കിയെടുത്ത പൈസയിൽ ഞങ്ങൾക്ക് 1 രൂപയ്ക്ക് പോലും ഞങ്ങൾക്കൊരു അവകാശമില്ലേ, ഞങ്ങൾ ആ വ്യക്തിയെ കല്യാണം കഴിച്ചതുകൊണ്ട് അല്ലെങ്കിൽ ആ ബന്ധത്തിൽ ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടായി എന്നുള്ള ഒറ്റ കാരണത്താൽ ഈ ഫിനാൻഷ്യൽ ബേർഡൻ ഫുള്ള് ഒരാൾ വഹിക്കേണ്ടി വരുന്ന അവസ്ഥ. അയാൾ അത്രയും നാൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ചതിൻ്റെ ഒന്നും അവകാശി അല്ലാതെ ഒരൊറ്റ നിമിഷത്തിൽ അയാൾ മാറുകയാണ്. അത് പെയിൻഫുൾ ആയിട്ടുള്ള കാര്യമാണ്. സ്വന്തമായി പൈസ ഉണ്ടാക്കുന്ന ഓരോ മനുഷ്യനും ആ പെയിൻ റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ആ പെയിൻ നമ്മൾ മനസ്സിലാക്കുന്നു എന്ന് പറയുമ്പോഴും അലിമണി പോലെയുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട്, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് എങ്ങനെ നിയമപരമായി പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടി വരുന്നു എന്ന് ചോദിച്ചാൽ ഇന്നും നിലനിൽക്കുന്ന പക്ഷേ ഒരുപാട് കാലങ്ങളായി ഇന്ത്യൻ സമൂഹത്തിലുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ നേരവണ്ണം വിദ്യാഭ്യാസം പോലും നേടാൻ അനുവദിക്കാതെയാണ് വളർത്തുന്നത്. ഒരു വീട്ടിൽ ചെന്ന് ജോലി ചെയ്യുക അല്ലെങ്കിൽ വീട്ടുജോലി ചെയ്യുക എന്നുള്ളതാണ് അവൾ മെയിനായിട്ട് ട്രെയിൻഡ് ആവുന്നത്. അങ്ങനെ കല്യാണം കഴിച്ചൊരു വീട്ടിലേക്ക് വന്നു, അവിടെയും അവൾ ഒരു കരിയറിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു തൊഴിലിനോടോ ഒന്നും എക്സ്പോസ്ഡ് ആവുന്നില്ല. തൊഴിൽ എടുക്കുന്നില്ല എന്നുള്ളത് പോട്ടെ, പൈസ ഹാൻഡിൽ ചെയ്യാൻ പോലും ട്രെയിൻഡ് ആവുന്നില്ല. അങ്ങനെ ഒരാൾ 2-3 മക്കളൊക്കെ ആയി ഒരു 10-35 വയസ്സൊക്കെ ആവുന്ന സമയത്ത് ഈ ഭർത്താവ് ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ത്രീ എങ്ങോട്ട് പോകും, എന്ത് ചെയ്യും? സ്വന്തം വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് തരാനുള്ളതൊക്കെ സ്ത്രീധനായി തന്നു എന്ന് പറയും. സ്ത്രീധന പൈസ മുഴുവൻ ഓൾമോസ്റ്റ് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ഇവരുടെ കയ്യിൽ 10 പൈസ എടുക്കാനില്ലാതിരിക്കുന്ന ഒരു സമയത്ത് ഏറ്റവും ടോക്സിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ ഇനിയും തുടരില്ല എന്ന് പറയുന്ന ഒരു തീരുമാനം അവർക്ക് എടുക്കാൻ പറ്റാണ്ടായിപ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് എക്സിറ്റ് ആവുന്ന ഒരു വനിതയ്ക്ക് അവരുടെ ജീവിതം നിലനിർത്തിക്കൊണ്ടുപോകാൻ, അവരുടെ ആ ഒരു ജീവിത നിലവാരത്തിനെ നിലനിർത്തിക്കൊണ്ടുപോകാൻ അവരുടെ മുന്നിലുള്ള ഓപ്ഷൻ അവരെ വിവാഹം കഴിച്ചിട്ടുള്ള ഭർത്താവിൽ നിന്നും ധനസഹായം ലഭിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവർ അവകാശപ്പെട്ട ഒരു ഷെയർ അവർക്ക് കിട്ടുക എന്നുള്ളതാണ്. അതൊരു മനുഷ്യൻ്റെ ബേസിക് റൈറ്റായിട്ട് നമുക്ക് നോക്കിക്കാണാവുന്ന കാര്യമാണ്. ഈ അലിമണിയുടെ ബേസിലും ആൾക്കാർ കമ്പയർ ചെയ്യുന്നത് കാണാം. ഇപ്പം മഞ്ജു വാര്യരുടെ കേസ് വരുമ്പം, സമാന്തയുടെ കേസ് വരുമ്പം, ഇവരൊന്നും ജീവനാംശം പറ്റാതെ ഇറങ്ങിപ്പോകുന്നവരാണ്, ഇവരെ മാതൃകയാക്കൂ, ഇങ്ങനെ വേണം സ്ത്രീകളെന്നൊക്കെ പറയുമ്പോൾ മഞ്ജു വാര്യർ
തിരിച്ചു വന്നാൽ അവരെ ഇവിടെ കാത്തിരിക്കുന്ന അവരുടെ ഒരു കരിയർ ഓപ്ഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ്. സമാന്തയെ സംബന്ധിച്ചിടത്തോളവും അങ്ങനെയാണ്, എല്ലാ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളവും അങ്ങനെ ആവണമെന്നില്ല. പ്രാഥമിക വിദ്യാഭ്യാസം പോലും നിഷേധിക്കപ്പെടുന്ന സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഒരു ജോലിക്ക് പോകാമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പറ്റത്തില്ല, നിന്നെ കല്യാണം കഴിച്ച് വിടുകയാണ് എന്ന് പറയുന്ന പേരൻസ് ഉള്ള നാടാണ് നമ്മുടെ. എത്രയോ സൂയിസൈഡ് കേസസ് വരുമ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, അതായത് ഇത്രയും പ്രശ്നം അതായത് ആ സമയത്താണ് പേരൻസ് പറയുക അവൾ അവിടെ ഇത്രയും പ്രശ്നം അനുഭവിച്ചുകൊണ്ടിരുന്നതാണ്, അവളെ അവർ കൊന്നതാണ് എന്നൊക്കെ പറയാം. അപ്പം ഇത്രയും പ്രശ്നങ്ങൾ ഞാനിവിടെ ഭർത്തൃ വീട്ടിൽ അനുഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പോലും തിരിഞ്ഞു നോക്കാത്ത, അതിനെ കൺസിഡർ ചെയ്യാത്ത പേരൻസ് ഉള്ള നാടാണ് നമ്മുടെ. ഇനി കല്യാണം കഴിയുന്നത് വരെ ജോലിക്ക് പോക്കോ, അതിനുശേഷം ഭർത്താവിൻ്റെ ഇഷ്ടത്തിന് എന്ന് പറയുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അതായത് ഒരുപക്ഷെ കല്യാണം കഴിയുന്നത് വരെ എന്തെങ്കിലും ഒരു കരിയർ അവർ ബിൽഡ് ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷെ കല്യാണം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോയി താമസിക്കണം, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ജോലി സ്ഥലത്തേക്ക് മാറണം. അങ്ങനെ വരുന്ന സമയത്ത് അവർക്ക് അവരുടെ കരിയർ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റിയെന്ന് വരില്ല. അപ്പം പിന്നീട് അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഭർത്താവ് എന്ന് പറയുന്ന ഒരാളെ ആയിരിക്കും ഫിനാൻഷ്യലി. അതൊരു മൊമെന്റിൽ ഈ ബന്ധം വേണ്ട എന്ന് പറയുന്ന സമയത്ത് അവർ ഫിനാൻഷ്യലി മെൻ്റലി ഒക്കെ അവർ തകർന്നു പോവുക ചെയ്യുക. പിന്നീട് അങ്ങോട്ടേക്ക് അവരുടെ ലൈഫ് എന്താണെന്ന് ചോദിക്കുമ്പോൾ അവിടെ ആ ഒരു ജീവിതം ഒന്നേന്ന് പറഞ്ഞ് കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കിട്ടുന്ന ഒരു നിയമപരമായിട്ടുള്ള ഒരു അവകാശമാണ് അലിമണി എന്ന് പറയുന്നത്. അത് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ ദുരുപയോഗം ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉണ്ട്. അതിപ്പോൾ ഏത് നിയമമാണ് നമ്മുടെ നാട്ടിൽ ദുരുപയോഗം ചെയ്യപ്പെടാത്തത്? എല്ലാ നിയമവും നമ്മൾ പറയും, നിയമം ഉണ്ടാകുന്ന സമയത്ത് തന്നെ നിയമത്തിനൊരു പഴുതും ഉണ്ടാവും എന്ന് പറയും. അതേപോലെ എല്ലാ നിയമവും നമ്മുടെ നാട്ടിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്. ഇനി രവിമോഹൻ്റെ കേസിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് നിയമപരമായിട്ടുള്ള മറ്റു മാർഗ്ഗങ്ങൾ അദ്ദേഹം നോക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പുള്ളി തന്നെ ആ പ്രസ് മീറ്റിൽ ഇരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ വീട് വിട്ടുകൊടുത്തിറങ്ങിയതാണ്, എനിക്ക് വേണമെങ്കിൽ അവരെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടാമല്ലോ എന്നൊക്കെയുള്ള കാര്യം പറയുമ്പോൾ അദ്ദേഹം എങ്ങനെയാണ് നിയമപരമായിട്ട് അതിനെ ഡീൽ ചെയ്തിട്ടുള്ളതെന്ന് നമുക്കറിയില്ല. പക്ഷേ അവിടെ വളരെ പ്രധാനപ്പെട്ടൊരു പ്രശ്നമായി തോന്നിയൊരു കാര്യം, അദ്ദേഹം എനിക്ക് സ്വന്തമായി അക്കൗണ്ട് പോലും ഇല്ല എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ മാതാവും ഒരു പ്രസ്സിനെയൊക്കെ മീറ്റ് ചെയ്യുന്ന സമയത്ത് അവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഭാര്യയും ഭർത്താവും ഒക്കെ ആയാലും വിവാഹം കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് സെപ്പറേറ്റ് അക്കൗണ്ട് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും നടക്കുന്ന ആളുകളെക്കുറിച്ചും പിന്നെ സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ചും വിവാഹം കഴിച്ചിട്ടുള്ള വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ളൊരു കാര്യം, നമുക്ക് എപ്പോഴും നമ്മുടേതായിട്ടുള്ളൊരു അക്കൗണ്ട് വേണം. ശരിക്കും ഒരു മനുഷ്യന് 3 അക്കൗണ്ട് വേണമെന്നാണ് പറയുക. നമ്മുടെ ചിലവിന് വേണ്ടിയിട്ട് നമുക്ക് കിട്ടുന്ന സാലറി വരുന്ന നമ്മുടെ അക്കൗണ്ട്, നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു അക്കൗണ്ട്, നമുക്കൊരു അത്യാവശ്യം വരുമ്പോൾ എടുക്കാൻ പാകത്തിന് നമ്മുടേത് പൂർണ്ണമായും എൻ്റേത് എന്ന് പറയാവുന്ന ഒരു സേവിങ്സ് അക്കൗണ്ട്, നമ്മൾ വിവാഹം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് ആരംഭിക്കുമ്പോൾ 2 പേർക്കും കൂടിയുള്ള ഒരു ജോയിൻ്റ് അക്കൗണ്ട്, ഇത് 3ാമത്തെ അക്കൗണ്ടാണ്. ഈ ജോയിൻ്റ് അക്കൗണ്ടിലാണ് നമ്മുടെ ഫാമിലിയുടെ ആവശ്യങ്ങൾക്ക് എല്ലാവരുടെയും കൂടി ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് വരേണ്ടത്. അവിടേക്ക് ഭാര്യയും ഭർത്താവും കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ 3 അക്കൗണ്ട് നമുക്ക് വേണം. ഈ 3 ഇല്ലെങ്കിൽ 2 അക്കൗണ്ട് വേണം. എനിക്ക് എൻ്റെ അക്കൗണ്ട്, ഫാമിലി ആവശ്യത്തിന് ഞങ്ങളുടെ ജോയിൻ്റ് ആയിട്ടുള്ളൊരു അക്കൗണ്ട്, ഇതാണ് അവിടെ സംഭവിക്കേണ്ടത്. പക്ഷേ പല കേസിലും ഇത് സംഭവിക്കുന്നില്ല എന്നാണ് ഈവൻ രവിമോഹൻ പറയുന്നത് കേൾക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ അമ്മായിയമ്മ എക്സ് അമ്മായിയമ്മ പറയുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു തെറ്റായിട്ടുള്ള ഫിനാൻഷ്യൽ പ്ലാനിങ് ആണ്. നമ്മളെപ്പോഴും പറയും കല്യാണം കഴിക്കുന്നത് ഡിവോഴ്സ് ആവാൻ വേണ്ടിയിട്ടല്ലല്ലോ, നന്നായി ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ. പക്ഷേ എപ്പോഴും അവസാനം എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ഈ തീരുമാനം പാളിപ്പോയാൽ എങ്ങനെ ഇരിക്കും, അതിനെ ഫേസ് ചെയ്യാനുള്ളൊരു സേഫ്റ്റി നെറ്റ് നമ്മളെപ്പോഴും ഉണ്ടാക്കിയിരിക്കണം. അങ്ങനെ ഉണ്ടാക്കാത്ത പക്ഷം നഷ്ടം നമുക്ക് മാത്രമായിരിക്കും. അത് ഈ ബാങ്ക് അക്കൗണ്ട് എന്ന് മാത്രമല്ല കേട്ടോ, ഈ കല്യാണം കഴിഞ്ഞു എന്നതിൻ്റെ അർത്ഥം ഇനി അങ്ങോട്ടേക്ക് എല്ലാം ഈ ഒരുമിച്ച് ഒരേപോലെ അതിനകത്തൊരു ചോദ്യവും പറച്ചിലും ഒന്നുമില്ല എന്നൊന്നുമല്ല. നമുക്ക് നമ്മുടെ ഒരു പേഴ്സണൽ സ്പേസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ തീരുമാനങ്ങൾ, നമുക്ക് സ്വതന്ത്രമായി ചിന്തിക്കാൻ, സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കാൻ, മുന്നോട്ടേക്ക് പോകാൻ, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ, ഇതിലൊക്കെ എപ്പോഴും ഒരു ചോദ്യം വരിക, ഇൻ്റർഫിയറൻസ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഒട്ടും സുഖകരമായിട്ടുള്ളൊരു കാര്യമല്ല. നിങ്ങൾ ഒരുപാട് ഫുട്ബോൾ കളി കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, നിങ്ങളുടെ പാർട്ട്ണർക്ക് അതിനോട് താല്പര്യമില്ല, അതുകൊണ്ട് നിങ്ങൾ ഫുട്ബോൾ കളി കാണണ്ട എന്ന് പറയുന്നിടത്ത് അതൊരു പാർട്ട്ണർഷിപ്പൊന്നുമല്ല. അത് ഒരാൾക്ക് വേണ്ടി നമ്മളെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു പ്രോസസ്സാണ്. നമുക്ക് നമ്മുടെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ പോലെ തന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള സ്പേസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. അതിൻ്റെ അകത്തൊരാൾ കൈകടത്തുക എന്ന് പറയുന്നത്, ഇപ്പോൾ രവിമോഹൻ തന്നെ പറയുന്ന പോലെ എവിടെയെങ്കിലും കൊണ്ട് കാർഡ് വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ വിളി വരും, എന്തിനാ പൈസ ചിലവാക്കി, ഞാൻ പണിയെടുത്തുണ്ടാക്കുന്ന പൈസ എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ചിലവഴിക്കാൻ പറ്റണം. മറ്റേ ഒരുമിച്ച് നമ്മൾ സെറ്റിൽ ചെയ്തിരിക്കുന്ന ആ എമൗണ്ട് അതിൽ നിന്നൊക്കെ എടുക്കുമ്പോൾ നമുക്കതിലൊരു ചോദ്യം വരാം, എന്തിനാണ് നീ നമ്മുടെ സേവിങ്സിൽ നിന്ന് എടുത്ത്, അല്ല നീ പണിയെടുത്തുണ്ടാക്കുന്നു. അതിപ്പോൾ ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും ചോദിക്കുക എന്ന് പറയുന്നത് അവരവരുടെ സ്വാതന്ത്ര്യത്തിൽ കടന്നു കയറുകയാണ്, അവരുടെ സ്പേസിലേക്ക് ഇടിച്ച് കയറുകയാണ്. എല്ലാവർക്കും ഒരു പേഴ്സണൽ സ്പേസ്, ഒരു പേഴ്സണൽ ബൗണ്ടറി ഉണ്ടാവണം. എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു ബൗണ്ടറി, എൻ്റെ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവണം. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുന്ന സമയത്ത്
നമ്മളെപ്പോഴും നമ്മുടെ ഗുഡ് ടൈമിന് വേണ്ടിയിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് പ്രിപ്പയർ ചെയ്യും. നമ്മുടെ ഒരു കല്യാണം വന്നു, അതിന് നമ്മൾ പ്ലാൻ ചെയ്യുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, എടുക്കുന്നു, എല്ലാം നമ്മൾ ചെയ്ത് നമ്മൾ വെൽ പ്രിപ്പയർഡ് ആയിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ മോശം സമയങ്ങൾക്കും നമ്മൾ പ്രിപ്പയർ ആയിരിക്കണം എന്നാണ് എനിക്ക് ഇത്രയും നാളത്തെ എൻ്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ളൊരു കാര്യം. ലൈഫല്ലേ, നമ്മൾ ഒരുപാട് പ്രതീക്ഷകളും കാര്യങ്ങളും ഒക്കെ നമുക്കുണ്ടാവും. അങ്ങനെ തന്നെ വന്നാൽ ഇറ്റ്സ് റിയലി ഗുഡ്. പക്ഷെ അല്ലാത്ത സിറ്റുവേഷൻസിലും നമ്മൾ തളർന്നു പോവും, നമ്മൾ ഇമോഷണലി വീണു പോവും. പക്ഷെ അവിടെ നിന്ന് എഴുന്നേറ്റ് വന്ന് നമുക്ക് മുന്നോട്ടേക്ക് നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചെങ്കിലും നമ്മൾ പ്രിപ്പയർ ആയിരിക്കണം. ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്, പ്രിപ്പയർ ഫോർ ദ വേഴ്സ്റ്റ്. യെസ്, അത് വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ 2 പേര് നിങ്ങൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ നാളെ ഏതെങ്കിലുമൊക്കെ സാഹചര്യത്താൽ ആ സമയത്ത് നമുക്ക് അതിനെക്കുറിച്ച് ഇപ്പോൾ അതിഭീകരമായിട്ട് പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന 2 പേരുടെ അടുത്ത് ചെന്നിട്ട് നാളെ നിങ്ങൾ പിരിയേണ്ടി വന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ തന്നെ അപ്പം തന്നെ അവർ നമ്മളെ ഓടിക്കും. പിന്നെ ഞങ്ങൾ പിരിയാനോ? കാരണം ആ സമയത്ത് നമുക്ക് അങ്ങനെയാണ് തോന്നുക. പക്ഷെ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ, ഇതിൽ നിന്നൊക്കെ നമ്മൾ റിയലൈസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു കേസിൽ നാളെ നമുക്ക് ഒരുമിച്ച് ഈ യാത്ര മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മുറിവുകൾ കുറയ്ക്കുന്ന രീതിയിൽ നമുക്ക് ഈ ബന്ധത്തിൽ നിന്നും പുറത്തേക്ക് പോയി 2 പേർക്കും അവരുടെ മുന്നോട്ടേക്കുള്ള ലൈഫിൽ നന്നായിട്ട് പോകാൻ പറ്റണം. ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഒരു അഡ്വക്കേറ്റിൻ്റെ അടുത്ത് ചോദിച്ച ടൈമിൽ അവർ പറഞ്ഞത്, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ആ എഗ്രിമെൻറ്റിന് ഒരു നിയമസാധുതയില്ല. പക്ഷേ ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന ഒരു എഗ്രിമെൻ്റ് ആണത്. പ്രീനപ്പ് എഗ്രിമെൻറ്റ് എന്ന് പറയും. അതായത് കല്യാണത്തിന് മുൻപ് വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ പോകുന്ന 2 പേര് ചേർന്നിട്ട് അവരുടെ നിലവിലത്തെ അസറ്റ്സ് എത്രയാ, ലയബിലിറ്റീസ് എത്രയാ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ പ്രോപ്പറായിട്ട് ആ എഗ്രിമെൻറ്റിൽ മെൻഷൻ ചെയ്യുന്നു. ഇനി നാളെ ഇൻ കേസ് നമ്മൾക്ക് ഈ ബന്ധം സെപ്പറേറ്റഡ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ ഈ ഫിനാൻഷ്യൽ ബാധ്യതകൾ ഡീൽ ചെയ്യുക, അല്ലെങ്കിൽ ഈ അലിമണി പോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിനെ നമ്മൾ എങ്ങനെയാണ് ഡീൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആ വിവാഹത്തിന് മുന്നേ തന്നെ നമ്മൾ അത്തരത്തിലൊരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സാഹചര്യവശാൽ നമ്മൾക്ക് പിരിയേണ്ടി വരുന്ന ഒരു സമയത്ത് അത് അന്നേരം ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഇത് നമ്മൾ പറയുമ്പോൾ ഇപ്പം സാമ്പത്തികമായും സാമൂഹികമായും ഒരുപാട് പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾ ഒരുപാടുള്ളൊരു രാജ്യമാണ് നമ്മുടേത്. നമ്മൾ പുരോഗമിക്കുകയാണെന്ന് ആ ഒരു സ്റ്റേജിൽ നമ്മൾ എത്തിയിട്ടുള്ളൂ, തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ എഗ്രിമെൻ്റ് എല്ലായിടത്തും നമുക്ക് ആപ്ലിക്കബിൾ ആക്കാൻ പറ്റുന്ന ഒന്നുമല്ല. പക്ഷേ വിദ്യാഭ്യാസമുള്ള, സ്വന്തമായി ജോലിയുള്ള, സമ്പാദിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഞാൻ സമ്പാദിക്കുന്നത് മതി എനിക്ക് ജീവിക്കാൻ. ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്ന സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കും. പക്ഷേ പിരിഞ്ഞു പോകുന്ന സമയത്ത് എനിക്ക് മറ്റേ ആളുടെ നിന്നൊന്നും വാങ്ങേണ്ടതില്ല എന്ന് പറയുന്ന ആ ഒരു മുൻധാരണയുണ്ടല്ലോ, അതാണ് ഈ എഗ്രിമെൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിവാഹത്തിന് ശേഷം നമ്മൾ എന്തെങ്കിലും പിരിയുമ്പോൾ ഞാൻ നിന്നോട്, അതായത് ഇത് ഇത്രയും നിൻ്റെ സ്വത്താണ്, ഇത് ഇത്രയും എൻ്റെ സ്വത്താണ്, നമ്മൾ അതിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ എഗ്രിമെൻ്റ് വഴി അത് സെറ്റിൽ ചെയ്യുമെന്ന് പറയുന്ന, എനിക്ക് ഇന്നത് ആലോചിച്ച് നോക്കുമ്പോൾ ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ പരിപാടി. കാരണം ഒരു വിവാഹബന്ധം നമ്മൾ അവസാനിപ്പിക്കുന്ന സമയത്താണ് ഈ ബന്ധുക്കളും നാട്ടുകാരോടൊക്കെ ഉള്ള ഒരുപാട് ആളുകൾ വരും. പല നിയമോപദേശങ്ങളും നമുക്ക് കിട്ടും. അങ്ങനെ കിട്ടുമ്പോൾ നീ ഇത് അവൻ്റെ അടുത്ത് നിന്ന് അത് ചോദിച്ചു വാങ്ങിക്കുക, ഇത് ചോദിച്ചു വാങ്ങിക്കുക എന്നൊക്കെ പറയുമ്പോൾ, ഇവിടെ നമ്മുടെ ഒരു പുരുഷാധിപത്യ സമൂഹമാണ് എന്ന് പറയുമ്പോഴും നിയമപരമായി നമ്മളൊരു ഫാമിലി കോർട്ടിലേക്ക് പോകുമ്പോൾ അവിടെ സ്ത്രീകൾക്ക് കിട്ടുന്ന ഒരുപാട് അവകാശങ്ങളുണ്ട്. ഇതിനെ ദുരുപയോഗം ചെയ്യാൻ ഒരു സ്ത്രീക്ക് ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ ബന്ധുക്കളും നാട്ടുകാരും പിന്നെ അഡ്വക്കേറ്റ്സും എല്ലാവരും ഭയങ്കരമായിട്ട് പുഷ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. അതിനൊക്കെ മുന്നിൽ കണ്ടിട്ടാണ് പ്രീനപ്പ് എഗ്രിമെൻറ്റ് പോലെയുള്ള കാര്യങ്ങൾക്ക് നിയമസാധുത ഉണ്ടെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, ഇവൻ ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എന്നോട് പ്രീനപ്പ് എഗ്രിമെൻറ്റിനെ കുറിച്ച് എൻ്റെ ഒരു സുഹൃത്ത് വക്കീൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ കൂടെ പഠിച്ചതാണ്. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്, നീ ഒരു മാതിരി കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എന്നെ ഡിവോഴ്സിൻ്റെ കാര്യം പറഞ്ഞു, എന്ത് നെഗറ്റീവാടോ എന്നൊക്കെയാണ് എനിക്ക് പറയാൻ തോന്നിയത്. പക്ഷേ നമ്മളിതൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെക്കുന്ന പോലെ, ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ നീ ഇപ്പോഴേ രോഗം വരുമെന്നും പേടിച്ച് ജീവിക്കുകയാണോ, അല്ലെങ്കിൽ ടേം ഇൻഷുറൻസ് എടുക്കുമ്പോൾ നീ ഉടനെ മരിക്കാൻ പോവുകയാണോ എന്ന് ചോദിക്കുന്ന, അങ്ങനെയല്ല ഇതിനെ ഡീൽ ചെയ്യേണ്ടത്. നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെച്ചാൽ നാളെ എന്തെങ്കിലും അസുഖം വന്നാൽ നമ്മുടെ സാമ്പത്തിക നില മുഴുവൻ വെള്ളത്തിലാവുന്നതിന് നമുക്ക് രക്ഷപ്പെടാം. ടേം ഇൻഷുറൻസ് എടുത്തു വെച്ചാൽ നാളെ നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ കുടുംബം സേഫായിരിക്കും എന്ന് പറയുന്ന ആ മുൻകരുതലുണ്ടല്ലോ, ഈ ബന്ധം അവസാനിക്കുമ്പോഴും തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്ന അതേ സേഫ്റ്റി, ഫിനാൻഷ്യൽ സേഫ്റ്റി ഞങ്ങൾക്ക് 2 പേർക്കും ഉണ്ടായിരിക്കും എന്ന് പരസ്പര ധാരണയിലുള്ള ഒരു ഉറപ്പുവരുത്തലാണ്. ശരിക്കും നമ്മുടെ മെൻസ് അസോസിയേഷൻകാരെല്ലാവരും പ്രീനപ്പ് എഗ്രിമെൻ്റൊക്കെ ഉയർത്തി കാട്ടുകയും, രാഹുൽജി, മറ്റേ രാഹുൽജി അല്ല കേട്ടോ,
രാഹുൽ ഈശ്വർജി അദ്ദേഹം ഇത് ഒരു നിയമസാധ്യതയുള്ള കാര്യമാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മറ്റേ മെൻസ് അസോസിയേഷൻ ബില്ലൊക്കെ കൊണ്ടു നടക്കുന്നില്ല, അതുപോലെ ഒരു പേപ്പറിൽ പ്രീനപ്പ് എഗ്രിമെൻറ്റിന് നിയമസാധ്യത വേണം എന്നൊക്കെ ആവശ്യപ്പെട്ട് സുപ്രീം കോടതി വരെ പോയി ഫൈറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പുരുഷന്മാർക്ക് ഈ അലിമണിയെ പേടിച്ച് ഒരു കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കുറേ ആളുകൾക്ക് പ്രീനപ്പ് എഗ്രിമെൻറ്റ് വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ ഈ സ്ത്രീകളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് മുന്നോട്ടേക്കുള്ള ജീവിതം എങ്ങനെയാകുമെന്ന് പേടിച്ച് വിവാഹത്തിൽ കുടുങ്ങിക്കിടക്കുന്ന സ്ത്രീകളുണ്ട് എന്ന് പറയുമ്പോൾ, അതേപോലെ തന്നെ ഈശ്വരൻ ഞാൻ ഡിവോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ സമ്പാദ്യം മുഴുവൻ തകർന്നു പോകും, എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ചിന്തിക്കുന്ന പുരുഷന്മാരുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഒരു ഇഷ്ടമില്ലാത്ത വിവാഹ ബന്ധത്തിൽ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യന്മാരോടൊക്കെ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊക്കെ എണ്ണിപ്പറക്കി പറയാൻ ഒരുപാട് റീസൺസ് ഉണ്ടാവും. നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുന്നേ ഇതിനകത്ത് ഏറ്റവും ബാധിക്കപ്പെടുന്ന ഒരു വിഭാഗം ആൾക്കാർ കൂടിയുണ്ട്. അവരെ അഡ്രസ്സ് ചെയ്യാതെ നമുക്ക് ഈ ടോപ്പിക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. കുട്ടികൾ. രവി മോഹൻ്റെ പ്രസ് മീറ്റിലും ചോദിച്ചൊരു കാര്യമുണ്ട്, എനിക്ക് എൻ്റെ കുട്ടികളോട് സ്നേഹമില്ലാന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരു മനുഷ്യന് കേൾക്കുമ്പോൾ വളരെയധികം വിഷമം തോന്നുന്ന ഒരു ആരോപണമാണ്. വിവാഹമോചനം എന്ന് പറയുന്നൊരു സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ കുട്ടികൾ മിക്കവാറും ആരുടെയെങ്കിലും ഒരാളുടെ ഒപ്പമായിരിക്കും. നമുക്കിത് മറ്റേ പറിച്ചെടുത്ത് കുറച്ച് അവരും കൊണ്ടുപോകണമല്ലോ, കുഞ്ഞുങ്ങളല്ലേ, മനുഷ്യരല്ലേ. അപ്പോൾ ഒന്നെങ്കിൽ അച്ഛൻ്റെ ഒപ്പമായിരിക്കും പ്രായത്തിനെ പരിഗണിച്ച്, അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക സാഹചര്യം അനുസരിച്ച് ചിലപ്പോൾ അച്ഛനോടൊപ്പം ചിലപ്പോൾ അമ്മയോടൊപ്പം, അങ്ങനെ ആരുടെയെങ്കിലും ഒരാളുടെ ഒപ്പമായിരിക്കും. മറ്റേ ആൾക്ക് കോടതി അനുവദിച്ചിട്ടുള്ള സമയങ്ങളുണ്ടാവും കുഞ്ഞിനെ വിസിറ്റ് ചെയ്യാൻ, കാരണം ഒരു കേസാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കാണാൻ അനുവാദം കിട്ടുക. ഇനി അനുവാദം തരുന്നില്ല എന്നാണെങ്കിൽ അവർക്കത് കോടതി വഴി നേടിയെടുക്കാനും സാധിക്കും. പക്ഷേ പല കേസുകളിലും സംഭവിക്കുന്നത് ഈ കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കുന്ന ആൾക്കാർ ഈ കുഞ്ഞിൻ്റെ ഉള്ളിൽ വിഷം നിറയ്ക്കും. ഞാൻ കുടുംബ കോടതിയിൽ പോയപ്പോൾ അവിടെ ഒരുപാട് പോസ്റ്ററുകൾ ഒട്ടിച്ചിട്ടുണ്ട്. ആ പോസ്റ്ററുകളിൽ ഒന്നുപോലും ഈ വിവാഹമോചിതനാവാൻ പോകുന്ന പുരുഷൻ സൂക്ഷിക്കേണ്ടത്, സ്ത്രീ സൂക്ഷിക്കേണ്ടതെന്നല്ല, കുഞ്ഞുങ്ങളെ നിങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ്. കുഞ്ഞുങ്ങളുടെ അടുത്ത് മറ്റേ ആളെക്കുറിച്ച് വെറുപ്പ് പടർത്തരുത്, അവരെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കാതിരിക്കാനുള്ള പല കാര്യങ്ങളും അതിൽ പറയുന്നുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നാട്ടിൽ നടക്കുന്ന എന്താണെന്ന് വെച്ചാൽ, ഈ വിവാഹമോചിതനാവാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ തൻ്റെ കൂടെയുള്ള ആൾക്കാരുടെ എണ്ണം കൂടുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷമുണ്ടല്ലോ. അപ്പോൾ കുഞ്ഞുങ്ങൾ എൻ്റെ ഒപ്പം നിൽക്കണം, എന്നെ അവർ മനസ്സിലാക്കണമെന്ന് വിചാരിച്ചിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണറെ കുറിച്ച് മോശം കാര്യങ്ങൾ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കും. കുഞ്ഞുങ്ങളും അത് ഉള്ളിൽ വെക്കും. അവരുടെ ഒരു 30-ലോ 40-ലോ ഒക്കെ എത്തി നിൽക്കുന്ന സമയത്ത് അവരുടെ ഉള്ളിൽ പല ട്രോമകളും തിരിച്ചടിക്കും. ഇപ്പോൾ ഈ പറയുന്ന കുഞ്ഞു കുഞ്ഞു ഡയലോഗുകൾ പോലും അവരുടെ ഭാവി ജീവിതത്തെ വരെ ബാധിക്കും. കുഞ്ഞുങ്ങളുടെ കാര്യം പറയുമ്പോൾ രക്ഷിതാക്കൾക്കുണ്ടാകുന്ന ഇമോഷണൽ കാര്യം പോലെ തന്നെ രക്ഷിതാക്കളെക്കുറിച്ച് പറയുമ്പോൾ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ രവി മോഹൻ ഇത്രയും നാളും ഒരു പത്രസമ്മേളനമോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഒന്നും ഇട്ടിട്ട് എൻ്റെ ബന്ധു ഇങ്ങനെയായിരുന്നു, ഞാൻ കഷ്ടപ്പെടുകയായിരുന്നു എന്ന് പറഞ്ഞിട്ടില്ല. അയാളുടെ ഒരു ഇമോഷണലി ഭയങ്കര വൾണറബിളായിട്ടുള്ളൊരു സ്റ്റേജ് അയാൾ ഒരുപക്ഷെ കുഞ്ഞുങ്ങളെ കാണിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഈ പറയുന്ന സൈബർ ബുള്ളിങ് ഒക്കെ വളരെ ശക്തമായി അയാളുടെ മുന്നിലുണ്ടായിരുന്ന ഒരു പ്രതീക്ഷയും കൂടി അസ്തമിക്കുമ്പോൾ അയാൾ ഇങ്ങനെ ഇമോഷണലി പൊട്ടിത്തെറിക്കുന്നത് അയാളുടെ മക്കൾ കാണുകയാണ്. അവരെത്തുന്ന ഒരു മാനസികാവസ്ഥയുണ്ട്. അതിന് നമ്മൾ ഒരു പരിഗണനയും കൊടുക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾ രവിമോഹനെ സപ്പോർട്ട് ചെയ്ത് ആരതിയെ തെറി വിളിച്ചാലും, ആരതിയെ സപ്പോർട്ട് ചെയ്ത് രവിമോഹനെ തെറി വിളിച്ചാലും, ഇത് രണ്ടും കാണുന്നത് ഇവരുടെ മക്കളാണ്. ഇവിടുത്തെ കോമൺ ഫാക്ടർ അവരാണ്. അവരൊരു തെറ്റും ചെയ്തിട്ടില്ല. അത് മാത്രമല്ല, കുഞ്ഞുങ്ങളുണ്ടായിട്ടും നിങ്ങൾ ഡിവോഴ്സ് ചെയ്യാൻ പോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഈ കുഞ്ഞെന്താ വിചാരിക്കണമെന്നറിയോ? അത് ഒരുത്തനും ചിന്തിക്കൂലേ, ഞാനാണോ അപ്പോൾ ഇവരുടെ ബാധ്യത, ഞാൻ കാരണമാണോ ഇവർക്ക് അത് ചെയ്യാൻ പറ്റാത്ത, ഇത് ചെയ്യാൻ പറ്റാത്ത, ഇങ്ങനെയുള്ള ഒരുപാട് ചിന്തകൾ കുഞ്ഞുങ്ങളുടെ ഉള്ളിലുണ്ടാവുകയും വലിയ മുറിവായി അത് മാറുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് ഈ പരസ്പര വാശി തീർക്കാൻ വേണ്ടിയിട്ട് ഇവർ ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യും എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ് പല ആൾക്കാരും പരസ്പരമുള്ള വാശി തീർക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യുമെൻ്റ് ഉന്നയിച്ച് അവരവരുടെ സൈഡിലേക്ക് ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്ന മെയിൻ ടൂൾ എന്ന് പറയുന്നത് കുട്ടികളാണ്. ഇപ്പോൾ ഒരു വിവാഹ ബന്ധം ഏർപ്പെട്ടു, അച്ഛൻ്റെ കൂടെയാണ് ആ കുട്ടികൾ നിൽക്കുന്നതെങ്കിൽ സമൂഹത്തിന് പെട്ടെന്ന് ജഡ്ജ് ചെയ്യാൻ തോന്നുന്നത് ആ സ്ത്രീയെ ആയിരിക്കും. ആണ്ടോ കുട്ടി അച്ഛൻ്റെ കൂടെയാണ് നിന്നത്, അപ്പം അമ്മയുടെ സൈഡിൽ എന്തോ കുഴപ്പമുണ്ട്. അതെ, അമ്മയുടെ കൂടെയാണ് കുട്ടികൾ നിൽക്കുന്നതെങ്കിൽ അപ്പം അച്ഛൻ എന്തോ കുഴപ്പമുണ്ട്. അല്ലെ, അമ്മേനെ നമുക്ക് കൂടുതൽ ഈ പറയുന്ന പോലെ പ്രേസ് ചെയ്യാൻ തോന്നുക, ഗ്ലോറിഫൈ ചെയ്യാൻ തോന്നുക, ഈ പറയുന്ന തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളാണ് നടക്കുന്നത്. ഇപ്പം ഈ പേരൻസ് തന്നെ കുട്ടികളെ ഒരു ടൂളായിട്ട് യൂസ് ചെയ്യുക. അതായത് അവർ ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യുമെന്റ്സ് ഉന്നയിക്കുന്ന സമയത്ത് അവരും കുട്ടികളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, പേരൻസും കുട്ടികളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, നമ്മൾ സോഷ്യൽ മീഡിയയിൽ ബുള്ളി ചെയ്യുന്ന ആൾക്കാരും കുട്ടികളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും ആൾക്കാർ പറയുന്നത് കുട്ടികളെ ഓർത്ത് നിങ്ങൾ മുന്നോട്ടേക്ക് പോകാന്നാണ്. നിങ്ങൾ നിങ്ങളുടെ പരിചയത്തിൽ ഏറ്റവും പ്രശ്നകരമായിട്ടുള്ള
രണ്ട് പേരൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ദിവസവും വഴക്കുണ്ടാക്കുന്ന പേരൻസിൻ്റെ ഇടയിൽ ജീവിക്കേണ്ടി വന്ന കുഞ്ഞുങ്ങളെ കുറിച്ചിട്ട്, അവരിപ്പോൾ വലുതായതാണെങ്കിലും നിങ്ങൾ അവരുടെ ചൈൽഡ്ഹുഡിനെ കുറിച്ച് ചോദിച്ചു നോക്കൂ. അങ്ങനെയൊരു വീട്ടിൽ, അങ്ങനെയൊരു സാഹചര്യത്തിൽ, അങ്ങനെയുള്ള അച്ഛൻ്റെയും അമ്മയുടെയും ഇടയിൽ സർവൈവ് ചെയ്യേണ്ടി വരുന്ന കുട്ടികളുടെ അടുത്ത് നിങ്ങൾ എപ്പോഴെങ്കിലും സംസാരിച്ചു നോക്കൂ. അവർ ഓക്കെ ആണെങ്കിൽ അവർ നിങ്ങളോട് പറയും എത്രമാത്രം ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ചൈൽഡ്ഹുഡ് ആയിരുന്നു അവരുടേതെന്ന്. ചൈൽഡ്ഹുഡ് മാത്രമല്ല, അവരുടെ ഫ്യൂച്ചറും നല്ലൊരു റിലേഷൻഷിപ്പിൽ ഏർപ്പെടാൻ പറ്റില്ല. നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണർ സ്നേഹത്തോടെ പെരുമാറുമ്പോഴും ഇങ്ങനെയൊക്കെ മനുഷ്യർ ജീവിക്കും, ഇതിലെന്തോ കുഴപ്പമുണ്ടല്ലോ, ഇയാൾ എന്നെ പറ്റിക്കുകയാണോ എന്ന് പറയുന്ന പേടി ഉണ്ടാവുക, അങ്ങോട്ട് ഒരു നല്ല പാർട്ട്ണറായി ജീവിക്കാൻ പറ്റാതിരിക്കുക, ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാകുമ്പോൾ പേടിക്കുക, ഒഴിഞ്ഞു മാറുക, പൊതുജനങ്ങളോട് സോഷ്യലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഈ കുഞ്ഞുങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതിനേക്കാളൊക്കെ നല്ലത് അവർ ഡിവോഴ്സ് ചെയ്തിട്ട് പിള്ളേരെ ആരുടെയെങ്കിലും ഒരാളുടെ കൂടെ നിന്ന് വളരുന്നതാണ്. രാമൻ്റെ ഏദൻ തോട്ടം എന്ന് പറയുന്ന മൂവിയുടെ ക്ലൈമാക്സിൽ അനു സിത്താരയുടെ ക്യാരക്ടർ പറയുന്ന ഒരു ഡയലോഗാണ്, നമുക്ക് ഒരുമിച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലോകം ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെ ഒരു ലോകത്ത് നമ്മുടെ മകളെ വളർത്താൻ നമുക്ക് പറ്റിയില്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ കുഞ്ഞിന് വേണ്ടി രണ്ട് മനോഹരമായ ലോകങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. എന്നും കലഹിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഫിസിക്കലിയും മെൻ്റലിയും എല്ലാം ഉപദ്രവിച്ച് ജീവിക്കുന്ന പേരൻസിൻ്റെ ഇടയിൽ വളരുന്നതിലും എത്രയോ ബെറ്ററാണ് ഈ വഴക്കുകളിൽ നിന്നും ബഹളങ്ങളിൽ നിന്നും ഒക്കെ മാറി അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് ആ കുട്ടി മാറി താമസിക്കുമ്പോൾ ആ കുട്ടിക്ക് കിട്ടുന്ന ഒരു സമാധാനം എന്ന് പറയുന്നത് അതെങ്കിലും നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റണ്ടേ. എപ്പോഴും എല്ലാവരും പറയുന്ന പോലെ നമ്മൾ കൊണ്ടുവന്നതല്ലേ കുട്ടികളെ ഈ ലോകത്തേക്ക്, അപ്പോൾ അത്രയെങ്കിലും ആ ബേസിക് മനസ്സമാധാനവും സന്തോഷവും എങ്കിലും നമുക്ക് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണ്ടേ. രവി മോഹൻ്റെ പ്രസ് മീറ്റിൽ ഉടനീളം അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മൊമെൻറ്റിലും, പ്രത്യേകിച്ച് പുള്ളി ഇങ്ങനെ കൈയൊക്കെ എടുത്തിട്ട് ഞാനിപ്പം സെൽഫ് ഹാം ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലാണ് നോക്കുക എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആ ടൈമിലൊക്കെ ആലോചിച്ചത് ഇത് കുട്ടികൾ കാണേണ്ടി വരും. അത് സോഷ്യൽ മീഡിയയിൽ വൺസ് കിടക്കുന്ന കാര്യമാണെന്നേ, അത് ഇന്നല്ലെങ്കിൽ നാളെ ആ കുഞ്ഞുങ്ങൾ കാണും, അവരത് അറിയും. അവർ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലായിരിക്കും എത്തി നിൽക്കാൻ പോകുന്നത്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ചുറ്റും നിൽക്കുന്ന ആൾക്കാർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾക്കപ്പുറത്തേക്ക് ചിന്തിക്കാൻ ആ കുഞ്ഞുങ്ങൾക്ക് കഴിയുമോ, ഇനി പേടിച്ചിട്ട് ആ കുഞ്ഞുങ്ങൾ ചിന്തിക്കാൻ തയ്യാറാകുമോ എന്നൊന്നും നമുക്കറിയില്ല. ഒരു വ്യക്തി ആ വ്യക്തിയെ ഹേർട്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയെന്ന് പറയുന്നു, അതേപോലെ തൻ്റെ എക്സ് പാർട്ട്ണർ ആയിട്ടിരുന്ന ആൾക്കും ഇതേ ഹാബിറ്റ് ഉണ്ടായിരുന്നു എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ രണ്ടുപേരും ഇത് കറക്റ്റ് ആണെങ്കിൽ പ്ലീസ് നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങളൊരു മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ട് എടുക്കേണ്ടതുണ്ട്. നിങ്ങൾ കോടതിയിൽ പോകുന്ന പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഒരു നല്ല സൈക്കാട്രിസ്റ്റിനെ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെ കാണുക എന്നുള്ളത്. കാരണം സെൽഫ് ഹാം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു മനുഷ്യൻ എത്തുക എന്ന് പറഞ്ഞാൽ അയാൾക്ക് വേറെ പ്രതീക്ഷ ഇല്ലാണ്ടാവുന്നു, അല്ലെങ്കിൽ അയാൾ തന്നെ ഹേർട്ട് ചെയ്യുന്നിടത്താണ് സാറ്റിസ്ഫാക്ഷനും സമാധാനവും ഇരിക്കുന്നത് എന്ന് വിശ്വസിച്ച് തുടങ്ങുന്നു എന്നുള്ളതാണ് അറ്റ് ടൈംസ്. അത് മാത്രമല്ല, നമ്മളെ തന്നെ ഹേർട്ട് ചെയ്യും എന്നുള്ളൊരു ഭീഷണിപ്പെടുത്തലിൽ അപ്പുറത്തിരിക്കുന്ന ആളെ നമുക്ക് സപ്രസ് ചെയ്യാൻ പറ്റും എന്നുള്ളതും കൂടെയാണ്. നമ്മൾ ഈ കുട്ടികൾ ഈ വീഡിയോ കാണുമ്പോൾ ഇവരെന്തായിരിക്കും ആലോചിക്കുന്നത്? അച്ഛനാണോ നല്ലത്, അമ്മയാണോ നല്ലത്? ഈ അച്ഛനും അമ്മയുമാണ് ഏതൊരു കുഞ്ഞിൻ്റെയും സേഫ് പോയിന്റ് എന്ന് പറയുന്നത്. അവർ ഒരു പ്രായം എത്തുന്നത് വരെ അച്ഛനും അമ്മയും തന്നെയാണ്. പക്ഷേ ഈ കുട്ടികൾ കൺഫ്യൂസ്ഡ് ആണ്. ഇതിൽ ആരാണ് സേഫ്റ്റി? അച്ഛനാണോ അമ്മയാണോ? ആരാണ് നല്ലത്, ആരാണ് മോശം, ആരാണ് മറ്റേ ആളെ ദുരന്തത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്ന അവരും ആ കുഞ്ഞുങ്ങളും ഈ കൺഫ്യൂഷനിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്കും എത്രയും പെട്ടെന്ന് ഒരു സൈക്കോളജിക്കൽ ഹെൽപ്പ് ആവശ്യമാണ്. നമ്മളെ സമൂഹമാണെങ്കിലും നമ്മളുടെയൊക്കെ കുടുംബങ്ങളിൽ നിന്നാണെങ്കിലും ഒക്കെ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഇമോഷൻസ് എല്ലാം സപ്രസ് ചെയ്ത് നന്നായി ജീവിക്കാനുള്ള നമ്മുടെ സ്വാതന്ത്ര്യം ഇത് ചൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മളെത്തും. ഇപ്പോൾ രവി മോഹൻ അയാളുടെ പ്രസ് മീറ്റിൽ പറഞ്ഞതാണ്, ഞാനൊന്നും പറയില്ല എന്നുള്ളത് അറിയാവുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഇടയ്ക്ക് എപ്പോഴോ പറഞ്ഞു തോന്നുന്നു, എൻ്റെ അച്ഛനും അമ്മയും എന്നെ വളർത്തി അവർ നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചപ്പോൾ എൻ്റെ സ്വഭാവത്തിൽ വന്നുകൂടിയ ഒരു കാര്യമാണിതെന്ന്. പലപ്പോഴും അച്ഛനമ്മമാർ പലതും പറയുമ്പോൾ നമ്മൾ തിരിച്ച് പറയാതിരുന്നാൽ, ആർഗ്യൂ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അവർ നമ്മളെ നല്ല കുട്ടികളായിട്ട് അംഗീകരിക്കും, നമുക്കൊരു സ്നേഹവും ബഹുമാനവും ഒക്കെ തരും. സ്വാഭാവികമായും ഇത് ശീലമായി കഴിയുമ്പോൾ ഒരു റിലേഷൻഷിപ്പിലിരിക്കുന്ന സമയത്തും അല്ലെങ്കിൽ ഒരു ജോലി സ്ഥലത്താണെങ്കിലും നമ്മൾ ചില സ്ഥലങ്ങളിൽ ആർഗ്യൂ ചെയ്യണം. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പ്രശ്നത്തിനെ ഫേസ് ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ പറഞ്ഞ് അതിനൊരു ഉത്തരം കണ്ടെത്തണം. പക്ഷെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ഒരാൾ ഒരു കത്തിക്ക് കുത്തിയിട്ട് അയ്യോ സോറി കേട്ടോ പറ്റിപ്പോയി, ഓക്കെ ശരി സാരമില്ല നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പറ്റിച്ചുകൊണ്ട് പോയ ഒരാൾ നമ്മുടെ മുന്നിൽ വന്നിട്ട് ചിരിക്കുമ്പോൾ സാരമില്ലല്ലോ എന്ന് പറയാൻ തോന്നുന്നൊരവസ്ഥയിലേക്ക് അത്രയും ഇമോഷൻസിനെ സപ്രസ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു മനുഷ്യനെത്തുമ്പോൾ സ്വാഭാവികമായും അയാളെ ഏറ്റവും ഭീകരമായി മുതലെടുക്കാനുള്ള ഒരാൾ അയാളെ കണ്ടെത്തും. ഒരു ഇരപിടിയൻ ഉറപ്പായിട്ടും അതിൻ്റെ ഇരയെ കണ്ടുപിടിക്കും.
അത് ഇര പിടിക്കുന്ന ആളുടെ കഴിവാണ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ആരെയും ഇരയും ഇരപിടിയനുമായിട്ടൊന്നും ചിത്രീകരിക്കുകയല്ല കേട്ടോ. പക്ഷേ അങ്ങനെ നിങ്ങളുടെ ഇമോഷൻസിനെ സപ്രസ് ചെയ്ത് ചോദ്യം ചോദിക്കേണ്ടടുത്ത് ചോദ്യം ചോദിക്കാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് നിങ്ങളുടെ മനസ്സമാധാനവും സന്തോഷവും പ്രതീക്ഷയും നിങ്ങളുടെ മുഴുവൻ ജീവിതം തന്നെയാണ്. രവിമോഹൻ ആ പ്രസ് മീറ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് കേൾക്കുമ്പോൾ ഇതുപോലെയൊക്കെയല്ലേ ഞാൻ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ പെരുമാറുന്നത് എന്ന് നിങ്ങൾക്കും തോന്നുകയാണെങ്കിൽ നമ്മൾ ചില സ്ഥലങ്ങളിൽ വളരെ സ്ട്രോങ് ആയി ചിലപ്പോൾ നോ പറയേണ്ടി വരും. ചിലപ്പോൾ നമ്മളോട് ഇങ്ങോട്ട് പറയുന്ന നോ നമുക്ക് പറ്റൂല, അതെൻ്റെ യെസ് ആണ് എന്ന് പറയേണ്ടി വരും, വാദിക്കേണ്ടി വരും, നമുക്ക് നമ്മുടെ സ്പേസ് ആവശ്യമാണ് എന്ന് ആർഗ്യൂ ചെയ്ത് വാങ്ങിക്കേണ്ടി വരും. ആ സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് ശബ്ദം ഉയർത്താൻ പറ്റണം. അങ്ങനെ ഒരുപാട് കാലം ശബ്ദം ഉയർത്താതെ ഇത് സപ്രസ് ചെയ്ത് പിടിച്ചു കഴിയുമ്പോൾ ഒരു ദിവസം പൊട്ടിത്തെറിക്കുമ്പോൾ എല്ലാവരുടെയും മുമ്പിൽ നമ്മൾ കുറ്റക്കാരനായി പോകും. അല്ലെങ്കിൽ നമ്മുടെ കുറ്റം മാത്രമേ ആൾക്കാർ സംസാരിക്കുന്നുണ്ടാവും. നമ്മൾ ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിച്ചു മറ്റേ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയുള്ളൂ എന്ന് പറഞ്ഞ പോലെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ വേണമെങ്കിൽ നമ്മൾ ചില സമയത്ത് നല്ല ഒച്ച ഉയർത്തി തന്നെ ചോദിക്കണം. അങ്ങനെയും കൂടി നമ്മൾ പിള്ളേരെ പഠിപ്പിക്കണമെന്നും കൂടി എനിക്ക് പറയണമെന്ന് തോന്നി ആ സ്റ്റേറ്റ്മെൻറ്റ് പുള്ളി പറഞ്ഞപ്പോൾ. അപ്പം നിങ്ങൾ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ഏകപക്ഷീയമായി റിയാക്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ സിമ്പത്തിക്ക് പകരം അവിടെ വർക്ക് ചെയ്യുന്നത് എംപത്തി ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മളെ ആൾക്കാർ മാനിപ്പുലേറ്റ് ചെയ്ത് ഒരു ടൂളായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇനിയും വർക്ക് ചെയ്യാതിരിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അത് റിയലൈസ് ചെയ്യുക. ഓരോ മനുഷ്യർക്കും സ്വതന്ത്രമായി ജീവിക്കാൻ, തീരുമാനമെടുക്കാൻ, അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവരുടെ വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ അങ്ങനെ തന്നെ കീപ്പ് ചെയ്യാനുള്ള അവകാശം അവർക്കുണ്ട്. അതിനെ ഹനിക്കാതിരിക്കുക. എനിക്കും നിനക്കും മെൻ്റൽ ഹെൽത്ത് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മനസ്സിലാക്കി പരസ്പര ബഹുമാനം എന്ന് പറയുമ്പോൾ കാണുമ്പോൾ ഇങ്ങനെ കുമ്പിട്ട് വണങ്ങി ഒന്നും നിൽക്കണ്ട, അതവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് കിട്ടണം എന്നാഗ്രഹിക്കുന്ന, അതായത് നിങ്ങൾ കല്യാണം കഴിച്ചു, വർക്കാവുന്നില്ല, ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നു, ആ സമയത്ത് വെറുതെ വഴിയെ പോണ അപ്പാപ്പം വരെ നിങ്ങളോട് വന്നിട്ട് പറയാം, മോനെ നീ ഇങ്ങനെ ഡിവോഴ്സിനെ കുറിച്ചൊന്നും ചിന്തിക്കരുത്, നിനക്ക് എന്തോ കുഴപ്പമുണ്ട്, അതുകൊണ്ട് നീ അവളുടെ കൂടെ അങ്ങ് ജീവിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ തോന്നുക? നമുക്ക് പലതും തോന്നും. അപ്പം അങ്ങനെ വഴിയെ പോകുന്ന ആരെങ്കിലും നമ്മുടെ ലൈഫിൽ കയറി ഇടപെടുമ്പോൾ നമുക്ക് തോന്നുന്നത് പോലെ അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന അത്രയും അസ്വസ്ഥത അതിൻ്റെ എത്രയോ പീക്കിൽ ഒരു പബ്ലിക് ഫിഗറിനും ഫീൽ ചെയ്യും. പബ്ലിക് ഫിഗറിന് മാത്രമല്ല എല്ലാവർക്കും. അപ്പോൾ ആരുടെയും ജീവിതത്തിൽ അങ്ങോട്ട് ഇടിച്ച് കയറി ഒരു വഴിപോക്കൻ്റെ റോൾ അഭിനയിച്ച് അവരെ എന്താ പറയുക ബുദ്ധിമുട്ടിക്കരുത് എന്നൊരു റിക്വസ്റ്റാണ് മുന്നോട്ട് വെക്കാനുള്ളത്. ആ റിക്വസ്റ്റ് ഇവിടെ സമർപ്പിച്ചതിന് ശേഷം ഞങ്ങൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക. പിന്നെ ഈ പെർട്ടിക്കുലർ വിഷയത്തിൽ ഞങ്ങൾ ഈ പറഞ്ഞതൊക്കെ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞ മ്യൂച്വൽ റെസ്പെക്റ്റോടുകൂടി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് കരുതുന്നു. അപ്പോൾ ശരി, ബൈ.